ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ സാദരം അറിയിച്ചുകൊള്ളുന്നു. ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് മഹാദൈവത്തിന് മടിത്തലം വിട്ട്, മാലാഖമാരുടെ ആരാധന വിട്ട്, മഹീതലത്തിൽ മറിയത്തിൻ്റെ മകനായി മണ്ണിൽ അവതരിച്ച്, മാനമധ്യേ പാവന ജീവൻ നയിച്ച്, മരക്കുരിശിൽ മരിച്ച്, മണ്ണിൽ അടക്കപ്പെട്ട്, മഹത്വം കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം തൻ്റെ വത്സല ശിഷ്യന്മാരെ വിളിച്ച് ഭരമേൽപ്പിച്ചു. വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങൾ ഉപദേശിക്കുകയും പഠിപ്പിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് വന്നത്. ഇത്രയും നേരം കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന നല്ല ഗാനങ്ങൾ നമ്മെ ദൈവം കേൾപ്പിക്കുകയായിരുന്നു. അതിന് പ്രിയ സഹോദരന്മാരെ ദൈവം ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, ഇതൊരു മതത്തിൻ്റെ സന്ദേശമല്ല, മതമാറ്റത്തിൻ്റെ സന്ദേശവുമല്ല. ഇത് മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന മഹാസ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ആ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടുത്തെ ദൈവസഭ ഈ സുവിശേഷ പ്രഘോഷണം ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് മുൻവിധിയോടെയല്ല, പിന്നെയോ എന്നോട് ദൈവം സംസാരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തോടെ ഈ സംഭവത്തെ നിങ്ങൾ ഈ പ്രസംഗത്തെ ഉൾക്കൊള്ളുന്നുവെങ്കിൽ, ഞാൻ വിവരിക്കുന്ന ചരിത്രത്തിലെ വ്യക്തിയും ചരിത്രത്തിലുള്ള സംഭവവും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് ഭാവുകമാണ് എന്ന കാര്യം നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. പ്രിയരെ, നമ്മുടെ ലോകം വിശാലമാണ്. ഇതിൻ്റെ ചരിത്രം ബൃഹത്താണ്. നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്. ദൈവവചനം ഇപ്രകാരമാണ് പറയുന്നത്: 70 ഏറിയ 80 മാത്രം, നീളും ആയുസ് കഴിഞ്ഞാൽ കഷ്ടത മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 70-80 വയസ്സ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ 100 വയസ്സ് ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ, ഈ 100 വയസ്സൊരു വ്യക്തി ജീവിച്ചു എന്ന് പറഞ്ഞാൽ 36,000 ദിവസമാണ് ജീവിച്ചിട്ടുള്ളൂ. 80 വയസ്സൊരു വ്യക്തി ജീവിച്ചു എന്ന് പറഞ്ഞാൽ 29,200 ദിവസമേ ജീവിക്കുന്നുള്ളൂ. 70 വയസ്സൊരു വ്യക്തി ജീവിച്ചു എന്ന് പറഞ്ഞാൽ 25,550 ദിവസമേ ജീവിക്കുന്നുള്ളൂ. അതിൽ പകുതി നാം രാത്രിയായി ഉറങ്ങിപ്പോകും. ഒരു പകുതി സമയമേ നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടുകയുള്ളൂ. അതിൽ ശൈശവം 5 വർഷം പോയി, ബാല്യം 7 വർഷം പോയി, 12 വയസ്സായി, 8 വർഷം കൗമാരം പോയി, നമ്മുടെ വിദ്യാഭ്യാസ കാലമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന 20 വയസ്സ് മുതൽ 40 വയസ്സുള്ള കാലഘട്ടം യൗവനമാണ്. അത് 7,300 ദിവസമേ ഉള്ളൂ പ്രിയരെ, നമ്മുടെ യൗവനം എന്ന് പറയുന്നത്. അതും ഏകദേശം പകുതി രാത്രിയായിട്ട് ഉറങ്ങിപ്പോകും. പിന്നീട് നമുക്ക് ലഭിക്കുന്നത് വാർദ്ധക്യമാണ്. 40-ന് ശേഷം എത്ര നമുക്ക് ലഭിച്ചാലും അത് വാർദ്ധക്യത്തിലേക്കാണ് പോകുന്നത്. 40 വർഷം ലഭിച്ചാൽ 80 വയസ്സാകും. 30 വർഷം കിട്ടിയാൽ 70 വയസ്സാകും. അതുപോലെ 50 വർഷം കിട്ടിയാൽ 90 വയസ്സാകും. അപ്പോൾ നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ആയുസിൽ നാം മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളിൽ മുഴുകി നാം ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു നാൾ നമ്മെ വന്ന് മരണം കടന്നു പിടിക്കും. മരണത്തിനപ്പുറം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മരണത്തിനപ്പുറം എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അഥവാ ഒരുപക്ഷെ ആധുനിക ശാസ്ത്രവും പഠനം നടത്തിയിട്ടുണ്ട്.
ആധുനിക ശാസ്ത്രം നടത്തിയ പഠനം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കേവലം മണ്ണിലെ മൂലകങ്ങളാണ്. അത് മരണം കൊണ്ട് മണ്ണിലേക്ക് ലയിക്കുന്നു. അതുപോലെ ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് ഒരു ഊർജമാണ്. അതിനാണ് ജീവൻ എന്ന് പറയുന്നത്. അത് പുതുതായി ഉണ്ടാകുന്നില്ല, ഇല്ലാതായി തീരുന്നുമില്ല ഊർജം എന്ന് ശാസ്ത്രം സമ്മതിച്ചു. അതിനുശേഷം ആത്മാവ് എന്നൊരു അസ്തിത്വമുണ്ടോ എന്നറിയാൻ വേണ്ടി 1983 അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ആശുപത്രി ഡങ്കൻ മക്ടോഗ് എന്ന ഡോക്ടർ, അദ്ദേഹം മരണാസന്നനായ രോഗികളെ മരണത്തിന് മുമ്പും മരണശേഷവും തൂക്ക പരിശോധന നടത്തി. മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് അവസാനിക്കുമോ അതോ മറ്റെന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ? ഭൗതികവാദികൾ ഇന്ന് പഠിപ്പിക്കുന്നത് ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുമെന്നാണ്. നിരീശ്വരവാദികളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈശ്വര വിശ്വാസികൾ വിശ്വസിക്കുന്നത് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയുവാൻ, മനുഷ്യന് മരണശേഷം എന്ത് സംഭവിക്കുന്ന അറിയുവാൻ അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ആശുപത്രിയിലെ ഡങ്കൻ മക്ടോഗ് എന്ന ഡോക്ടർ താൻ മരണാസന്നനായ തൻ്റെ ആശുപത്രിയിലെ പല രോഗികളെയും പരിശോധന നടത്തി. അതിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു തൂക്ക നഷ്ടം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അത് എത്രയെന്ന് അദ്ദേഹത്തിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തനായ സ്പാനിഷ് ഡോക്ടർ ജാക്സൺ ഒലാബ് അദ്ദേഹം വീണ്ടും ഒരു പഠനം നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അഥവാ ഈ പ്രത്യേകമായി ക്രമീകരണം ചെയ്ത മൈക്രോ സ്പ്രിങ് ത്രാസിൽ ഒരു മനുഷ്യനെ മരണത്തിനു മുമ്പും മരണശേഷവും തൂക്കവിധേയമാക്കി. അങ്ങനെ തൂക്കവിധേയമാക്കിയപ്പോൾ 21 ഗ്രാം മരണശേഷം നഷ്ടം വരുന്നുവെന്ന് കണ്ടെത്തി. ഇത് ബാലനായാലും യൗവനക്കാരനായാലും വർദ്ധനായാലും ഏത് ശാരീരിക തൂക്കമുള്ള വ്യക്തിയായാലും 21 ഗ്രാം മാത്രമേ കണ്ടുള്ളൂ. ഈ 21 ഗ്രാം എന്താണ് മനുഷ്യന് മരണശേഷം അഥവാ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അറിയുവാൻ വീണ്ടും ഹാരിക്ടൺ ഡോക്ടർ വീണ്ടും പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ മനസ്സിലായി ഇതൊരു വാതക രൂപമാണ്. ഈ വാതക രൂപം എന്ന് പറഞ്ഞാൽ അത് മറ്റു വാതകങ്ങളായി ഒരിക്കലും ലയിക്കുന്നില്ല. അപ്പോൾ ഈ ലയിക്കാത്ത വാതകം ഇതിന് തനതായൊരു അസ്തിത്വമുണ്ടോ എന്നറിയുവാൻ വേണ്ടി വീണ്ടും അമേരിക്കയിലെ തന്നെ വില്യം ബെർണാണ്ടും AR വാട്ടേഴ്സ് എന്ന ഡോക്ടറും കൂടി വിൽസണിക് ക്ലൗഡ് ചേംബർ എന്ന പ്രത്യേക പരീക്ഷണ പേടകത്തിൽ അവർ ഒരു മനുഷ്യനെ മരണത്തോടെ പരീക്ഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പഞ്ചഭൗതികമായ ശരീരം അങ്ങനെ കിടക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊരു ആത്മരൂപം അഥവാ അതേ ആകൃതികളുള്ള അതേ രൂപമുള്ള ഒരു വാതകം രൂപപ്പെടുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് മനുഷ്യൻ കാണുന്നില്ല? പ്രിയ സഹോദരന്മാരെ, അതൊരു ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവ് ഒരു വാതക രൂപമാണ്. ആ വാതക രൂപത്തിന് അസ്തിത്വമുണ്ടെന്ന് ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിനെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു മനുഷ്യൻ്റെ കണ്ണിനും പരിമിതിയുണ്ട്. നമ്മുടെ കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ത്രിമാനങ്ങൾക്ക് വിധേയമായൊരു വസ്തുവിനെ പ്രതിബിംബമാക്കുകയുള്ളൂ. ത്രിമാനങ്ങൾക്ക് അതീതമായതും അതിവിദൂര വസ്തുവിനെ നമുക്ക് ഒരിക്കലും പ്രതിബിംബമാക്കുവാൻ നമ്മുടെ കണ്ണിന് കഴിയുകയില്ല. അതുകൊണ്ടാണ് കണ്ടില്ല എന്ന കാരണത്താൽ ആത്മാവില്ല എന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. അപ്പം ആധുനിക ശാസ്ത്രം പറഞ്ഞതുപോലെ തന്നെ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ദൈവവചനവും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനുണ്ട്. അത് ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ബൈബിളും പറയുന്നുണ്ട്. അപ്പോൾ മരണശേഷം എന്ത് സംഭവിക്കുന്നു? മരണശേഷം മനുഷ്യനൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം അഥവാ ഇന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു. കാരണം ഈ മൂലകങ്ങൾ നശിക്കുന്നില്ല എന്നും ഊർജം ഒരിക്കലും ഇല്ലാതായി തീരുന്നില്ല എന്നും ആത്മാവെന്ന് പറയുന്നത് ഒരു വാതകരൂപമായി നിലനിൽക്കുന്നുവെന്നും ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മരണം കൊണ്ട് അവസാനിക്കുമെന്ന നിരീശ്വരവാദികളുടെയും ഭൗതികവാദികളുടെയും ഇന്ന വാദഗതികളെ അഥവാ ശാസ്ത്രം തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മരണശേഷം പിന്നെ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മരിക്കുന്നത്? എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആധുനിക ശാസ്ത്രം ഇന്നും അതിന് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉപാധിയായ ഉത്തരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു വികൃതി എന്നാണ്. എന്നാൽ കേവലം ഒരു പ്രകൃതിയുടെ വികൃതി കൊണ്ടാണോ മനുഷ്യൻ മരിക്കുന്നത്? മനുഷ്യൻ എന്തുകൊണ്ടാണ് വിവിധ പ്രായങ്ങളിൽ മരിക്കുവാൻ കാരണം? എന്തുകൊണ്ടാണ് ആരോഗ്യമുള്ള മനുഷ്യൻ ആരോഗ്യമില്ലാത്ത മനുഷ്യൻ മരിക്കുന്നത്?
എന്തുകൊണ്ടാണ് പണ്ഡിതനും പാമരനും ഒരുപോലെ മരിക്കുന്നത്? ഇത്രമാത്രം ശാസ്ത്രം വളർന്നിട്ട് എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ ശാസ്ത്രത്തിന് വ്യക്തമായൊരു ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നതെന്ന് നമ്മുടെ മതങ്ങളോട് ചോദിച്ചാൽ, മതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ മനുഷ്യൻ മരിക്കുന്നു, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം ഭാരതത്തിൽ ജനിച്ച് ജീവിച്ചു വളരുന്നവരാണ്. ഭാരതീയ മതഗ്രന്ഥങ്ങളായിരിക്കുന്ന 4 വേദങ്ങൾ പരിശോധിച്ചാൽ, 6 ശാസ്ത്രങ്ങൾ പരിശോധിച്ചാൽ, അതുപോലെ തന്നെ പുരാണങ്ങളും ഉപപുരാണങ്ങളും പരിശോധിച്ചാൽ, ബ്രഹ്മാണ്ടങ്ങൾ പരിശോധിച്ചാൽ, അതുപോലെ ഭഗവത്ഗീത പരിശോധിച്ചാൽ, 18 പുറം മഹാഭാരതം പരിശോധിച്ചാൽ, 24 അനുഷ ആധ്യാത്മിക രാമായണം പരിശോധിച്ചാൽ, എന്തുകൊണ്ട് ഈ മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് അതിനൊന്നും ഉത്തരം കണ്ടെത്തുവാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഉണ്ടായ മറ്റൊരു മതമാണ് BC 700 സ്വരാഷ്ട്ര വിരചിതമായിരിക്കുന്ന ശന്തവസ്ഥ എന്ന മതഗ്രന്ഥത്തോടു കൂടിയ മിത്രമതത്തിന്റെ ജന്മഗ്രഹമായിരിക്കുന്ന പേർഷ്യയിലുള്ള ഒരു മതമാണ് സ്വരാഷ്ട്ര മതം. സ്വരാഷ്ട്ര മതത്തോട് ചോദിച്ചാലും എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് അതിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ ഉണ്ടായ മറ്റൊരു മതമാണ് ബുദ്ധമതം. ബുദ്ധമതത്തോട് ചോദിക്കുക എന്തുകൊണ്ട് ഈ മനുഷ്യൻ മരിക്കുന്നു? ബുദ്ധമതത്തിന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ത്രിപിടകമാണ്. സുത്തപിടകം, വിനായക പിടകം, അപധർമ്മപിടകം, ഈ 3 പിടകങ്ങളടങ്ങുന്ന ബുദ്ധമത ഗ്രന്ഥത്തോട് എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഉണ്ടായ മറ്റൊരു മതമാണ് ഇന്ത്യയിലെ തന്നെ ജൈനമതം എന്ന് പറയും. ഋഷഭദേവൻ എന്ന മഹർഷി സ്ഥാപിച്ചതും വർത്തമാന മഹാവീരനാൽ പ്രചാരത ലഭിച്ചതുമായ ഈ ഗ്രന്ഥങ്ങൾ 84ഓളം ചെറു ഗ്രന്ഥങ്ങളുണ്ട്. അത് പരിശോധിച്ചാൽ എന്തുകൊണ്ട് ഈ മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെയും ഇല്ല. അതുപോലെ തന്നെ അതിനുശേഷം ഉണ്ടായ മറ്റൊരു മതമാണല്ലോ നാം അറിയുന്നത് പോലെ തന്നെ അഥവാ ഇസ്ലാം. സലാം എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന പദമുണ്ടായത് തന്നെ. അങ്ങനെ നിഷ്ഠയുള്ള മതമായിരിക്കുന്ന ആ മതത്തിലെ 114 സൂറത്ത് വിരുദ്ധമായ ഖുർആൻ, 6666 വാക്കുകളുള്ള ഖുർആൻ, അതുപോലെ തന്നെ വാക്യങ്ങളുള്ള ഖുർആൻ, അതുപോലെ തന്നെ ഹദീസുകളും അവർക്കുണ്ട്. എന്നാൽ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഖുർആനും തന്നിട്ടില്ല. പിന്നെ നാം അറിയുന്ന പോലെ ഷിൻഡോ ഷാവോ മതങ്ങളോട് ചോദിച്ചാലും, അതുപോലെ തന്നെ സിഖ് മതഗ്രന്ഥമായിരിക്കുന്ന ഗ്രന്ഥസാഹിബ് പരിശോധിച്ചാൽ, ഗുരുമുഖി എന്ന പ്രത്യേക ഭാഷയിലൊക്കെ എഴുതിയെങ്കിലും എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മരിക്കുന്നത്? ഇന്ന് ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ലോകത്ത് അനവധി മതങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടെന്ന് വരികിലും അവയെല്ലാം അഭിപ്രായങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ലോകത്ത് ദൈവത്തിന്റെ തിരുവെഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അതാണ് വിശുദ്ധ ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മുക്കുവന്മാർ, ആട്ടിടയന്മാർ, പ്രവാചകന്മാർ, ഇങ്ങനെ നാനാതുറകളിൽപ്പെട്ടവർ, ഉദ്യാനം, മരുഭൂമി, ദ്വീപസമൂഹം, കാരാഗ്രഹം, ഇങ്ങനെ വിവിധ തലങ്ങളിരുന്നു കൊണ്ട് സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യത്തിൽ എഴുതി ചേർത്തതാണ് നമ്മുടെ ബൈബിൾ എന്ന് വരികിലും ആദ്യോട് അന്തം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ ഒരിരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികയിൽ എഴുതിയ പോലെ തമ്മിൽ ഇണയ്ക്കപ്പെട്ടിരിക്കുന്ന ഏക പുസ്തകമാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ബൈബിൾ തന്നെ പറയുന്നു, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാണ്. അവ ദൈവത്തിന്റെ ശ്വാസം അതാത് കാലഘട്ടങ്ങളിൽ ആത്മാവായ ദൈവം താൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ വരികയും ദൈവം തന്നെ അവരുടെ വായോട് കൂടെ ഇരുന്ന് സംസാരിച്ചു. അതുകൊണ്ടാണ് വായോട് കൂടെ ഇരുന്ന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ ബുദ്ധിമൂശയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ ക്രോഡീകരണമല്ല ബൈബിൾ. പിന്നെയോ മോശയോട് ദൈവം പറയുകയാണ്, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, മോശയെ ഞാൻ നിന്റെ വായോട് കൂടെ സംസാരിക്കും. അപ്പോസ്തലരുടെ 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും ദാവീദ് പറയുന്നത് ഇപ്രകാരമാണ്, യൂദയെക്കുറിച്ചുള്ള പ്രവചനം പറഞ്ഞിരിക്കുന്നതും പരിശുദ്ധാത്മാവിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അതാത് കാലഘട്ടങ്ങളിൽ ഈ മനുഷ്യരിലേക്ക് വന്നു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിലേക്ക് വരികയും അവരുടെ വായോട് കൂടെ ഇരുന്ന് സംസാരിച്ചത് കൊണ്ടാണ് തിരുവാമൊഴിഞ്ഞ തിരുവചസ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ നമുക്കറിയാം, ഉന്നതന്മാരുടെയും അതുപോലെ രാജാക്കന്മാരുടെയും വാമൊഴികളെ തിരുവാമൊഴി എന്ന് വിളിക്കുമ്പോൾ
ദൈവത്തിന്റെ തിരുവെഴുത്തെന്ന് യേശുക്രിസ്തു തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരേ ഒരു ഗ്രന്ഥമാണ് ദൈവഗ്രന്ഥമായ ബൈബിൾ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ തിരുവാമൊഴി, തിരുവചസ്സുകൾ. എന്തിനാണ് ദൈവം തിരുവാമൊഴിഞ്ഞത്? എങ്ങനെയാണ് തിരുവാമൊഴിഞ്ഞത്? അതുകൊണ്ടാണ് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പ്രവചനമൊരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഥവാ മനുഷ്യരിൽ വരികയും ആ മനുഷ്യരിലൂടെ ദൈവം സംസാരിച്ച വചസ്സുകളാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു പഴയ നിയമം. ഇപ്പോൾ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു പുതിയ നിയമം. ഇങ്ങനെ പഴയ പുതിയ നിയമങ്ങൾ എന്നറിയപ്പെടുന്ന ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ. ഈ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും മനുഷ്യർ ആലോചിച്ചെഴുതിയ പുസ്തകമല്ല. കാരണം എഴുത്തുകാരെ പരിശോധിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 40ഓളം എഴുത്തുകാരാണ്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പരിശോധിച്ചാൽ ആദാം എന്ന ആദ്യ മനുഷ്യൻ മുതൽ നോഹ വരെ 10 തലമുറയുടെ വ്യത്യാസമുണ്ട് പ്രിയരെ. അവർക്ക് ആലോചിച്ചെഴുതുക അസാധ്യമാണ്. നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറയുടെ വ്യത്യാസമുണ്ട്. അവരും പരസ്പരം കണ്ടിട്ടില്ല. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ വ്യത്യാസമുണ്ട്. അവരും പരസ്പരം കണ്ടിട്ടില്ല. ദാവീദ് മുതൽ ബാബേൽ പ്രവാസ കാലഘട്ടം, ദാനിയേലിന്റെ കാലഘട്ടം വരെ ഏകദേശം 14 തലമുറയുടെ വ്യത്യാസമാണ്. അവരും കണ്ടിട്ടില്ല. ദാനിയേലിന്റെ കാലഘട്ടം മുതൽ ക്രിസ്തുവിന്റെ ശിഷ്യരുടെ കാലഘട്ടം വരെ അവരും പരസ്പരം കണ്ടിട്ടില്ല. ഇങ്ങനെ പരസ്പരം കാണാത്തവർ, പല ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് പല നിലകളിൽ പ്രവർത്തിച്ചിരുന്നവർ എഴുതിയ ഒരേ ഒരു പുസ്തകമായി ഇന്ന് ലോകത്തറിയപ്പെടുന്ന 66 ഗ്രന്ഥ സമുച്ചയമാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമാണ് പ്രിയരെ. അതുകൊണ്ടാണ് ഈ ബൈബിളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ബൈബിൾ കർത്താവായ യേശുക്രിസ്തുവിനെയൊക്കെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ട് ഈ മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ദൈവ തിരുവെഴുത്താണ് പ്രിയരെ ഇന്നോളം മറുപടി പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത് പാപത്തിന്റെ ശമ്പളമാണ് മരണം. ദൈവമാണ് മനുഷ്യ മരണത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത്. ഏതെങ്കിൽ അഥവാ ദൈവത്തിന്റെ സാദൃശ്യത്തിന് സ്വരൂപം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്, വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ മരണമെന്ന വാക്ക് ആദ്യമായി ഉച്ചരിച്ചത് ദൈവമാണ് പ്രിയരെ. അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുമ്പോൾ ഈ മരണത്തെ വളരെ ലാഘവത്തോടെയാണ് ഇന്ന് മനുഷ്യൻ കാണുന്നത്. ഇവിടെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന് വിചാരിച്ച് കുലനിലത്തേക്ക് പോകുന്ന മൃഗങ്ങളെ പോലെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം ഇന്ന് വിദേശത്താണ്. എന്താണ് കാരണം? അവർ പോകുവാൻ കാരണം അവിടെ പോയി അധികമായി സമ്പാദിക്കണം, കുറെ കൂടി മെച്ചപ്പെട്ട ജീവൻ നയിക്കണം. അവിടെ ജീവിച്ചാൽ 70 വയസ്സോ 80 വയസ്സോ ജീവിക്കുമായിരിക്കാം. ഇവിടെ മാതാപിതാക്കളെല്ലാം ഉപേക്ഷിച്ച് അവർ അങ്ങോട്ട് പോവുകയാണ്. കാരണം ജീവിതത്തിന്റെ സുഖലോലുപത തേടിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ സുഖലോലുപമായി ജീവിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എവിടെ ജീവിച്ചാൽ, അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും ഇന്ത്യയിലായാലും ജപ്പാനിലായാലും ജർമ്മനിയിലായാലും മനുഷ്യന്റെ ആയുസ് വളരെ ചെറുതാണ്. അപ്പൊ ഈ ആയുസിനപ്പുറം മരണമെന്ന 3 അക്ഷരത്തിന് അവൻ കീഴടങ്ങിയേ പറ്റുകയുള്ളൂ. ജന്മമെന്ന 3 അക്ഷരത്തിൽ തുടങ്ങി ജീവിതം എന്ന 3 അക്ഷരത്തിലൂടെ നടന്ന് മരണമെന്ന 3 അക്ഷരത്തിൽ എത്തിച്ചേരുന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ പാപത്തിന്റെ ശമ്പളമായി മരിക്കുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരും മരിക്കുന്നത്? എല്ലാവരും എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നതും ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിനാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇപ്പൊ എല്ലാ മനുഷ്യരും മരിക്കുവാൻ കാരണം എല്ലാ മനുഷ്യരും പാപികളാണ്. അതുകൊണ്ടാണ് നീതിസാരം നാം വായിച്ചാൽ പാപി അല്ലാതില്ലൊരു നരനും ഭൂതലേ കോപശീലം ശിശുവെങ്കിലും ഉണ്ടല്ലോ. ഒരു ശിശു കോപിക്കുന്നതിന്റെ കാരണം അവൻ പാപിയാണ്. അപ്പൊ പാപഭോഗം, പാപകർമ്മോഗം, പാപാത്മാ പാപസംഭവം എന്നാണ് ഭഗവത്ഗീതയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് നീതിമാൻ ഒരുത്തൻ പോലുമില്ല. റോമാലേഖനം 3-ന്റെ 23-ലും പറയുന്നു പാപം ചെയ്ത് എല്ലാ മനുഷ്യരും ഒരുപോലെ ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി. ആ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ അഥവാ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അങ്ങനെ മരണത്തിനപ്പുറം ഒരു ന്യായവിധി ഉണ്ടെന്നും ആ ന്യായവിധിക്ക് യഥാർത്ഥ മരണമായിരിക്കുന്ന ശമ്പളം കൊടുക്കുന്ന ദിവസമാണ്.
അതുകൊണ്ടാണ് ഭൂമിയിൽ ഇന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എല്ലാ പാപത്തിനും ഒരു നാൾ ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടി വരും പ്രിയരെ. അങ്ങനെ കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഏത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും ഏത് പണ സ്വാധീനം കൊണ്ടും ഏതെല്ലാം തെറ്റുകൾ മറച്ചു പിടിച്ചാലും ഇതെല്ലാം വെളിപ്പെടുന്ന ഒരു ദൈവിക കോടതിയുണ്ട്. ആ കോടതിയുടെ മുമ്പിൽ സമസ്ത മനുഷ്യരും ഒരുപോലെ ശിക്ഷായോഗ്യരായി നിൽക്കേണ്ടി വരുമെന്നാണ് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം ചോദിക്കാം, അങ്ങനെയൊക്കെ നടക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഇന്ന് വരെ മരിച്ചിട്ടായാലും തിരിച്ചു വന്നിട്ടുണ്ടോ? അങ്ങനെ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിച്ചേനെ എന്ന് പറയാം. ഞാൻ ഇന്നോളം പല ഗ്രന്ഥങ്ങളെ കുറിച്ച് പരിശോധിച്ചു നോക്കി. ഞാൻ പറഞ്ഞല്ലോ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും പരിശോധിച്ചപ്പോൾ മരിച്ചിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. അത് ന്യായമായ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഭാരതീയ മതഗ്രന്ഥങ്ങളും പരിശോധിച്ചു. അതിൽ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികളും ബ്രഹ്മാണ്ടങ്ങളും ആരണ്യങ്ങളും, അതുപോലെ ഭഗവത്ഗീത പരിശോധിച്ചു, അതുപോലെ മഹാരാമായണം പരിശോധിച്ചു, അതുപോലെ തന്നെ മഹാഭാരതം പരിശോധിച്ചു. കഴിഞ്ഞിട്ടും ഇതെല്ലാം പരിശോധിച്ചിട്ടും അവസാനം ഉപനിഷത്തുക്കളിൽ പറയുന്നത് അസത്വമാ സദ്ഗമയ, തമസോ മാം ജ്യോതിർഗമയ, മർദ്ധ്യോ മാം അമൃതംഗമയ. അല്ലയോ ഈശ്വര, ഞങ്ങൾ അസത്യത്തിലാണ്, ഞങ്ങൾ സത്യത്തിലേക്ക് നയിക്കണം. അല്ലയോ ഈശ്വര, ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങൾ പ്രകാശത്തിലേക്ക് നയിക്കണം. അല്ലയോ ഈശ്വര, ഞങ്ങൾ മൃതിയിലാണ്, ഞങ്ങൾ അമൃതിയിലേക്ക് നയിക്കണം. അതുകൊണ്ടാണ് 10 അവതാരങ്ങൾ വന്നുപോയെങ്കിലും അവരെല്ലാം മരണം കൊണ്ട് മാറ്റപ്പെട്ടു. 9-ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണനും വേടന്റെ അമ്പേറ്റ് കാലപുരിയിലേക്ക് പോയത് ഭാഗവതം 10-ാം സ്കന്ധം എഴുതി വെച്ചിട്ടുണ്ട് പ്രിയരെ. മത്സ്യക്കൂർ വരാകസ്യ നരസിംഹസ്യ വാമന രാമോ രാമച്ച കൃഷ്ണകൽക്കി ജനാർദ്ദന. അതിൽ 9-ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണനും വന്നു. വേടന്റെ അമ്പേറ്റ് കാലപുരിയിലേക്ക് പോയെന്ന് ഭാഗവതം 10-ാം സ്കന്ധം എഴുതി വെച്ചിരിക്കെ മരണത്തിനപ്പുറമുള്ള കാര്യം എങ്ങനെ അവർ പറയും? അതുകൊണ്ടാണ് പിന്നീടുണ്ടായ മതങ്ങളെ പരിശോധിച്ച സന്തപസ്ഥയും പരിശോധിച്ചു. സന്തപസ്ഥ പരിശോധിച്ചപ്പോൾ അതിലും പറഞ്ഞു അന്തിമമായി 3 പേർ വരും. അതിൽ അവസാനം വരുന്ന വ്യക്തി സത്യത്തിന്റെ മനുഷ്യാവതാരമായിരിക്കും. അകുരമസ്ത എന്നാണ് അവർ അതിന് പേര് കൊടുത്തത്. അദ്ദേഹത്തിന് മാത്രമേ മരണത്തിന് ശേഷമുള്ള കാര്യം പറയുവാൻ കഴിയുള്ളൂ. അപ്പോൾ വന്നിട്ടില്ല എന്നാണ് അവരും പറഞ്ഞത്. അതിനുശേഷം ബുദ്ധമത ഗ്രന്ഥം പരിശോധിച്ചു. ബുദ്ധമത ഗ്രന്ഥം പരിശോധിച്ചപ്പോൾ അതിലും അവസാനം അഥവാ ബുദ്ധൻ ഉത്ബോധിപ്പിച്ചിരിക്കുന്നത് നിർവാണം എന്ന വാക്കാണ്. ഒരു വിളക്ക് കെട്ടുപോകുന്ന പോലെ മരണശേഷം മനുഷ്യൻ അഥവാ പല പുനർജന്മങ്ങളിലൂടെ കടന്ന് അവസാനം പരബ്രഹ്മത്തിൽ ലയിച്ചേക്കാം. ഉറപ്പൊന്നും അവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഖുർആൻ പരിശോധിച്ചു. അവിടെയും സൂർ അഥവാ അന്ത്യകാകളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ ഉയർക്കും, ഈസ ന്യായം വിധിക്കും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും മരിച്ചിട്ട് തിരിച്ചു വന്നൊരു വ്യക്തിയെക്കുറിച്ച് അവിടെയും പറയുവാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഇങ്ങനെ ലോകത്തിന്നോളമുള്ള ഏതെല്ലാം മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും, ലോകത്തിന്നോളം എഴുതപ്പെട്ട ഏതെല്ലാം തത്വചിന്തകന്മാരുടെ തത്വചിന്ത പരിശോധിച്ചാലും, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, പൈതഗോറസ് തുടങ്ങിയ ഗ്രേക്കന്മാരായിരിക്കുന്ന അത് മുടിചൂട മനന്മാരായിരിക്കുന്ന തത്വചിന്തകന്മാരുടെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അവസാനം പ്ലേറ്റോയും പറയുന്നു റിപ്പബ്ലിക്ക് അഥവാ ദൈവരാജ്യത്തെ കടമെടുത്തുകൊണ്ടാണ് പറഞ്ഞത് പ്ലേറ്റോയുടെ റിപ്പബ്ലിക്ക്. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഫിലോസഫർ കിങ്, അദ്ദേഹത്തിന് മാത്രമേ ഇതിന് പരിഹാരം പറയാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ലോകത്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഉദ്ധാല ആരുണി, ഗൗതമൻ, ബാധരായണൻ ഇവരെയോടൊക്കെ ചോദിച്ചാലും അവരും പല ചിന്താധാരകൾ പറയുന്നതിനും ഇന്ന് വരെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ മരിച്ചിട്ട് തിരിച്ചു വന്നൊരു വ്യക്തിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മരിച്ചിട്ട് തിരിച്ചു വന്നൊരു വ്യക്തിയോടാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യന് മരണശേഷം ഒരു ജീവിതമുണ്ടോ? അങ്ങനെ മരിച്ചിട്ട് വന്നൊരു വ്യക്തി ഉണ്ടോ? ആ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്നത് സത്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്നോളം ഇഷ്കമല്ലന്മാരും മതഗുരുക്കന്മാരും ജനിച്ച് മരിച്ച് മണ്ണായിപ്പോയി ലോകത്ത് ഇന്നോളം മരിച്ചവരിന്ന് മടങ്ങി വന്ന ഒരുവനുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് മടങ്ങി വരുവാൻ കാരണം? എന്തുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് ക്രിസ്തുവിന് മാത്രം പറയാൻ കഴിയുന്നതിന്റെ കാരണം? പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മളെല്ലാം ജനിച്ച ശേഷമേ ഈ ഭൂമിയിൽ നമുക്ക് ചരിത്രമുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവൻ ചിരപുരാതനായ വ്യക്തിപ്രഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പേ, ഈ കാണുന്ന ചരാചരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, കാലങ്ങൾക്കപ്പുറത്ത് അവൻ നിത്യതയിൽ നിത്യനായി ദൈവത്തോടുകൂടി ദൈവമായിരുന്നുവെന്നാണ് ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്ന 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, അവൻ മുഖാന്തരം സർവവും സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല, അവന് ജീവനുണ്ടായിരുന്നു. അർത്ഥാൽ തന്നിൽ തന്നെ ജീവനുള്ള ദൈവമായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ താൻ പ്രഖ്യാപിച്ചത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. ഞാൻ പരിചയപ്പെടുന്ന വ്യക്തി പ്രഭാവം എന്ന് പറഞ്ഞ യേശുക്രിസ്തു ഒരു കാലത്തില്ലാതായിരുന്നതും പിന്നീട് ഉണ്ടായതുമായ ഒരു വ്യക്തിത്വം അല്ല പ്രിയരെ. പിന്നെയോ അവൻ ചിരപുരാതനായിരിക്കുന്ന ദൈവത്തോടുകൂടെ ദൈവമായിരിക്കുന്നു. അതുകൊണ്ടാണ് സാറാഫുകളും മൂപ്പന്മാരും അനവരതം ആരാധനായിരിക്കുന്ന ദൈവത്തെ ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ സറാഫുകൾ അവനെ ആരാധിക്കുകയാണ്. 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. 4 പറഞ്ഞ് കൂട്ടാമായിരുന്നു, 2 പറഞ്ഞ് കുറയ്ക്കാമായിരുന്നു. എന്നാൽ 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായിരിക്കുന്ന തുല്യരായിരിക്കുന്ന ഏകസത്യ ദൈവത്തെ ആരാധിക്കുമ്പോൾ പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാ പരിശുദ്ധൻ. അതുകൊണ്ടാണ് യഹോവ ഏക പരിശുദ്ധൻ എന്നാണ് 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏകനായിരിക്കുന്ന ഏകസത്യ ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ആരാധ്യനായിരിക്കുന്ന ദൈവം, ആ ദൈവം. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ കടുകട്ടി യഹൂദനായിരുന്ന തർസോസുകാരൻ ശൗൽ പിൻകാലത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയത്. ഫിലിപ്പിയിൽ 2-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ വിചാരിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി. അപ്പൊ ദൈവരൂപത്തിലിരിക്കെ എന്താണ് ദൈവത്തിന്റെ രൂപം? ദൈവത്തിന്റെ രൂപം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് മാത്രമേ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച യേശുക്രിസ്തു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ പറയുന്നു, ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവം. അതുകൊണ്ടാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? പ്രപഞ്ച സൃഷ്ടാവായ സർവത്തിന്റെയും ഉടയവനായ ദൈവത്തെ മനുഷ്യൻ കാണാത്തതിന് കാരണം അവൻ ആത്മാവാകുന്നു. ഞാൻ മുന്നമേ പറഞ്ഞു, ആത്മാവിനെ മനുഷ്യ കണ്ണുകൊണ്ട് കാണുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ആ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തണം. പ്രപഞ്ചത്തിന് സൃഷ്ടാവായ ദൈവമുണ്ട്. ആ സൃഷ്ടികളെ അഥവാ ആ ദൈവം സൃഷ്ടിച്ചതാണ്. ഈ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തണം. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു എന്ന ഇന്ന് നാം വിളിക്കുന്ന യഹൂദന്റെ മശിഹ അഥവാ ദൈവപുത്രൻ, ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിക്കണം? എന്തുകൊണ്ട് അല്ലയോ ക്രിസ്തു അങ്ങെന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് ചോദിക്കൂ നിങ്ങൾ. അതിന് ബൈബിൾ മറുപടി പറയുന്നുണ്ട്. ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണത്താൽ തരി താര സൂര പാര പർവ്വതർവാലങ്കരണമായ ഈ ബ്രഹ്മാണ്ഡ കടാകത്തിന് ജന്മം കൊടുത്ത് ദൈവമുണ്ടല്ലോ ഒന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ പ്രിയരെ ഞാനും നിങ്ങളും ഉണ്ടാകുമായിരുന്നു. എന്നാൽ തന്റെ കരുത്തുറ്റ കരാങ്കുകളുടെ കൗനിക വിഭവമായി കാമ്യകല വസ്തുവായി ദൈവം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ദൈവ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഈ മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുടം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സർവത്തിന്മേൽ വാഴുവാൻ അധികാരം കൊടുത്ത ആ ദൈവം, രാജാതിരാജാവായിരിക്കുന്ന സർവത്തിന്റെയും ഭരണാധികാരിയായ ദൈവം തന്റെ സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് വിളിച്ചത് എന്തെന്നോ അറിയാമോ? ദാസനെന്നല്ല, അടിമയെന്നല്ല. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യത്തിൽ മകൻ എന്നാണ് വിളിച്ചത്. ആ മകൻ പാപത്തിൽ അകപ്പെട്ടു. പാപത്തിൽ അകപ്പെട്ട മകൻ പിശാചിനും ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകണം. ആ നരകം ഉണ്ടോ എന്നിപ്പോ നിങ്ങൾക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം. അങ്ങനെ ഒരു നരകമില്ലായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, നരകത്തെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 74 പ്രാവശ്യം നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നരകത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞു, നരകത്തിൽ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്, അവിടെ തീ കൊണ്ട് ഉപ്പിടും എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രപടുവായ മനുഷ്യൻ ചോദിച്ചേക്കാം, അങ്ങനെ കെടാത്തൊരു തീ, വെള്ളമൊഴിച്ച കെടാത്തൊരു തീ ഉണ്ടോ? ഇന്ന് വരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലോ എന്നൊരു പക്ഷേ യുക്തി ചോദ്യം ചോദിക്കാം. എന്നാൽ അല്പമെങ്കിലും ചിന്തിച്ചാൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ദൈവഗ്രന്ഥമാണ് പറഞ്ഞിരിക്കുന്നത്,
ഇന്നേക്ക് 4000 ആണ്ടുകൾക്കപ്പുറത്ത് ഊസ് ദേശീയനായിരുന്ന ഇയ്യോബ് ഇന്ന് ഒമാനിലെ സലാലയിൽ അദ്ദേഹത്തിന് കല്ലറയുണ്ട്. ആ ഒമാനിലെ സലാലയിൽ കല്ലറയുള്ള BC 2000 ജീവിച്ചിരുന്ന ഊസ് ദേശീയനായ ഇയ്യോബിലൂടെ ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഭൂമി അനേക പല സമൃദ്ധികൾ നൽകുന്നുവെങ്കിലും ഇതിന്റെ അഹോമണ്ഡലമോ തീ എന്ന പോലെ കത്തിമറയുന്നു. ശാസ്ത്രം എന്ന ആശയം മനുഷ്യ ശബ്ദകോശം ഇല്ലാതിരുന്നൊരു കാലഘട്ടം, പുരോഗമിക്കാതൊരു കാലഘട്ടത്തിൽ നാം അധിവസിക്കുന്ന ഭൂമിയുടെ അഹോമണ്ഡലം തീ എന്ന പോലെ കത്തിമറിയുന്നുവെന്ന്, ഇത് ലാവ കത്തിമറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ഇത് സൃഷ്ടിച്ചു വെച്ച ദൈവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. കാരണം 25,000 മൈൽ ചുറ്റളവുള്ള ഭൂമി, 1000 മൈൽ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി, അനവധി പെട്രോളും ഡീസലും കുഴിച്ചെടുക്കുന്ന ഭൂമി, അനവധി മടങ്ങ് ഒലിച്ചിറങ്ങി ഈ 1000 മൈൽ സ്പീഡിൽ കറങ്ങുമ്പോൾ അതിൻ്റെ അഥവാ അന്തർഭാഗത്തുണ്ടാകുന്ന സ്പാർക്കിങ്ങിലൂടെ ഇത് കത്തുകയും ഇത് കത്തി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗന്ധക ലാവയായിത്തീരുന്നുവെന്നും ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഭൂമിയിൽ എപ്പോഴെങ്കിലും ഭൂമി കുലുക്കമുണ്ടാകുമ്പോൾ ഭൂമിയുടെ പുറന്തോടും വിള്ളലുണ്ടാവും. അങ്ങനെ കട്ടി തുറഞ്ഞ ഭാഗത്തൂടെ അത് പുറത്തേക്ക് തള്ളി വരും. അതല്ലേ അഗ്നിപർവ്വതം? ഏതെങ്കിലും ശാസ്ത്രബുദ്ധിക്ക് നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെ സജീവങ്ങളായ അനവധി അഗ്നിപർവ്വതങ്ങൾ ഇന്നും പല രാഷ്ട്രങ്ങളിലുമുണ്ട്, നിർജീവങ്ങളായതുമുണ്ട്. അങ്ങനെ ഈ അഗ്നിപർവ്വതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തിളച്ച് മറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നും ആ മറഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യൻ ഓഷ്യൻ കടലിന്റെ അടിത്തട്ടിൽ ഇതുപോലൊരു അഗ്നിപർവ്വതം പൊട്ടിയതല്ലേ പ്രിയരെ ഇവിടെ സുനാമി ഉണ്ടാകുവാൻ കാരണം? ഈ 71% കടലായിരിക്കുന്ന ഭൂമിയിൽ 29% മാത്രം കരയുള്ള ഭൂമിയിൽ ഈ പൊട്ടി വന്ന ലാവയെ അഥവാ അഗ്നിപർവ്വതത്തെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങി ഈ അകക്കാമ്പിലെ തീ കെടുത്തുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇവിടെ സുനാമി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭൂമിയിലുള്ള സമസ്ത വെള്ളം ഒഴിച്ചാലും കെടാത്ത തീ നമ്മുടെ ഈ നാം ഇരിക്കുന്ന ഈ ഭൂമിയുടെ അന്തർഭാഗത്ത് തന്നെ ഉണ്ട്. മറന്നു പോകരുത്, കെടാത്ത തീയുണ്ട്. അനവധി ഗ്രഹങ്ങൾ തന്നെ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കെടാത്ത തീയുണ്ട്. ഇനി ചാകാത്ത വിടുവുണ്ടോ? 1981 അമേരിക്കയിലെ കാലിഫോർണിയയിൽ സജീവങ്ങളായ അഗ്നിപർവ്വതങ്ങളിലെ ലാവയെ കുറിച്ച് അവിടുത്തെ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തി. അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തിയത്. അത് ഭക്ഷിച്ച് അതിൽ ജീവിക്കുന്ന ബാറോബ് ജോഡിപ്പുഴുക്കൾ അത്യുഗ്ര ശേഷിയിൽ അത്യുഗ്ര തീവ്രമായിരിക്കുന്ന ചൂടിൽ തിളച്ചു മറിയുന്ന ആ ലാവ ഭക്ഷിച്ച് അതിൽ പെറ്റുവരുകി ജീവിക്കുന്ന ബാറോബ് ജോഡി പുഴുക്കളെ കണ്ടെത്തി. ആ പുഴുക്കളെ അഥവാ മാസ് പാക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോ കെമിക്കൽ പ്രൊഫസർ ഉൾഭ്രാതും സംഘവും ചേർന്ന് ഏറ്റവും തീവ്രത ആസിഡിലേക്ക് ഇട്ട് നോക്കി. പക്ഷെ അവയ്ക്കൊന്നും സംഭവിച്ചില്ല. ദി പ്രകൃതി ശാസ്ത്ര ജേണൽ എന്ന മാസികയിൽ അവരത് പ്രസിദ്ധപ്പെടുത്തി. അതുകൊണ്ടൊരു നരകമുണ്ട്, പാപത്തിന്റെ ശമ്പളം ഒരു നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ന്യായവിധി നടക്കുമോ? മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് പാപിയായ മനുഷ്യൻ, പാപത്തിൽ വീണുപോയ മനുഷ്യൻ, ആ പാപയെ രക്ഷിപ്പാൻ ഈ ലോകത്തേക്ക് അഥവാ മനുഷ്യർക്ക് ആർക്കും കഴിയുകയില്ല. കാരണം മനുഷ്യരെല്ലാം പാപികളാണ്. അതുകൊണ്ടാണ് നമ്മെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാന ശിലകളായിരുന്ന മഹർഷിവര്യന്മാർ പോലും അത്യുഗ്രമായി തപസ് ചെയ്ത് തപസ് ചെയ്യാൻ മോക്ഷം പ്രാപിക്കുമോ എന്ന് അവരും പരിശ്രമിച്ചു. അതിൽ വിശ്വാമിത്ര പരാശര മഹർഷിമാർ പച്ചലയും പച്ചവെള്ളവും കഴിച്ചല്ലേ പ്രിയരെ തപസ് ചെയ്തത്. എന്നിട്ടും വിശ്വാമിത്രൻ മേനകയുടെ മുമ്പിൽ വീണുപോയി. അതുപോലെ പാലരുവി നടുവിൽ പണ്ട് പൗർണിമയെ രാവിൽ ഒരു മത്സ്യകന്യകയിൽ ജനിച്ച മകനാണ് വേദവ്യാസൻ. പരാശര മഹർഷിക്ക് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, കാമക്രോധമങ്ങൾ കുട്ടി ജനിച്ചിരിക്കൊണ്ട് പാപോകം പാപകർമ്മോകം പാപാത്മാ പാപസംഭവം, പാപത്തിൽ ജനിച്ച് പാപിയായി ജീവിക്കുന്ന പാപിയായ മനുഷ്യർക്ക് ഒരിക്കലും പാപപരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ മതങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ, ഏതൊരു മതവും നിങ്ങൾ പരിശോധിച്ചോ, നാം അറിയുന്നൊരു ഭാരതത്തിലെ മതത്തെ തന്നെ പരിശോധിച്ചാൽ അഥവാ ബ്രഹ്മമുഹൂർത്തിയിൽ പൂജാരി പൂജ തുടങ്ങും. എന്നാൽ എന്തുകൊണ്ടാണ് ഒരു പൂജാരി ഇന്ന് വരെ പുറംതിരിഞ്ഞു പോകുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദേവൻ കോപിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ലോകത്തെ ഏറ്റവും വലിയ മതമാണ് ക്രൈസ്തവ മതം. ക്രൈസ്തവ മതത്തിന്റെ ഏറ്റവും വലിയ ആചാര്യനായിരിക്കുന്ന ബഹുമാനിതനായ പോപ്പ് വത്തിക്കാനിലെ കുർബാനയ്ക്ക് ശേഷം ആശീർവാദം പറയും. ബലഹീനനും മഹാപാപിയുമായ അടിയൻ അടുത്ത ബലിയർപ്പണം ഉണ്ടാകുമെന്ന് അറിയില്ല, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അവിടെയും പരാജയമാണ്. ഇത് തന്നെയല്ലേ ഇവിടുത്തെ പുരോഹിതന്മാർ നമ്മുടെ പള്ളികളിലും അഥവാ എല്ലാ ആഴ്ചയിലും ആശീർവാദം പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, 5 നേരം നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുക, നൂൽപ്പാലം വഴി സ്വർഗത്തിലേക്കുന്ന
ഖുറാനിലും വിശ്വസിക്കുമ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എത്ര ഹാജിയാർമാർ വീണ്ടും വീണ്ടും ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉദാഹരണം പോലെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതുകൊണ്ടാണ് മതങ്ങൾക്കൊന്നും മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു നവമതം ഉരുവാക്കുവാനല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. പിന്നെയോ പാപിയെ രക്ഷിപ്പാൻ വേണ്ടി ലോകത്തേക്ക് വരണമെങ്കിൽ അത് ഈശ്വരന് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ സൽപ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യൻ മോക്ഷം പ്രാപിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് യെശയ്യാ പുസ്തകം 64 അധ്യായത്തിന്റെ 6 വാക്യം പറയുന്നത്, മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം ദൈവദുർഭാഗ്യ കറപുരണ്ട തുണി പോലെയാണ്. പാപം ചെയ്യാൻ നീതി മാത്രം ചെയ്യുന്ന ഒരു നീതിമാനുമില്ല എന്ന് ജ്ഞാനിയായ സോളമൻ സഭാപ്രസംഗി അഥവാ 7 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, മനുഷ്യകരങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മനുഷ്യന് കഴിയുകയില്ല. പാപത്തിന്റെ ശമ്പളമായ നരകത്തിന്റെ നിത്യമരണത്തിന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. മനുഷ്യന്റെ മതങ്ങൾക്ക് കഴിയുകയില്ല. ഇനി ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവം നീതിയിരിക്കപ്പെടുന്നില്ല എന്ന് റോമാലേഖനം 3 അധ്യായത്തിന്റെ 20 വാക്യത്തിലും പറയുന്നു. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളായിരിക്കുമ്പോൾ ചിരപുരാതനായിരിക്കുന്ന ഈശ്വരന് മാത്രമേ പാപിയെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് അവൻ എന്തുകൊണ്ടാണ് മനുഷ്യനായി അവതരിച്ചത്? ന്യായമായൊരു ചോദ്യമാണ്. വേറെ എന്തെങ്കിലും രൂപത്തിൽ അവന് വന്നുകൂടായിരുന്നോ? കോടതി ഒരു വ്യക്തിയെ അഥവാ ശിക്ഷയ്ക്ക് വിധിച്ചാൽ, നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതി തന്നെ ആയിരിക്കട്ടെ, ആ വ്യക്തി അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. ആ വ്യക്തിക്ക് പകരം നമ്മുടെ വീട്ടിൽ ഒരു 10 പശുക്കളുണ്ട്, അല്ലെങ്കിൽ 10 ആനയുണ്ട്. ഈ ആനയെ ഞാൻ അതിന് പകരം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയേക്കാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോടതി ഇവിടെ വെറുതെ വിടുമോ? അങ്ങനെയെങ്കിൽ വിലയേറിയ മനുഷ്യൻ, ആഴിയടന്ന മനുഷ്യൻ, ആകാശം കീഴടക്കിയ 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രപടുവായ മനുഷ്യൻ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള മനുഷ്യൻ, തത്വചിന്തകനായ മനുഷ്യൻ, പണ്ഡിതനായ മനുഷ്യൻ, ഇത്രമാത്രം ഈ ബുദ്ധിയുള്ള ജീവിയായിരിക്കുന്ന മനുഷ്യൻ ഇവൻ പാപം ചെയ്താൽ ഇതിന് പകരം ഈ ഭൂമിയിലെ മറ്റെന്തിന് ആണ് പകരം കൊടുക്കുക? അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഇപ്രകാരം എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, എബ്രായലേഖനം 2:14 ഇപ്രകാരം വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് ഭൂമിയിലേക്ക് വന്നു. ദൈവം നീതിമാനാണ്, അവന് മുഖപക്ഷമില്ലാത്ത ദൈവം പാപത്തെ ന്യായം വിധിക്കും. അങ്ങനെ പാപത്തെ ന്യായം വിധിച്ചാൽ ഏതൊരു പാപിയെ നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരും, ഒരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് പാപിയെ ദൈവം ന്യായം വിധിക്കുകയും എന്നാൽ പാപത്തെ ശിക്ഷ വിധിച്ചുകൊണ്ട് പാപിയെ രക്ഷിക്കണം. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നു. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സ്നേഹമാണ്. ലോകത്തിനോളം സ്നേഹമായൊരു ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ദൈവഗ്രന്ഥമായ ബൈബിൾ. ആ ദൈവസ്നേഹം എങ്ങനെയാണ് തൻ്റെ മകനെ ശിക്ഷിക്കുന്നത്? ആ മകനെ എങ്ങനെ രക്ഷിക്കാതിരിക്കാൻ കഴിയും? അപ്പൊ ദൈവത്തിന് ശിക്ഷിക്കുകയും ചെയ്യണം, രക്ഷിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് രക്ഷയും ശിക്ഷയും ഒരുപോലെ നടപ്പാക്കേണ്ടവൻ ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം മനുഷ്യനായി അവതരിക്കുവാൻ, തൻ്റെ മകന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ ആ സ്വർഗീയ പിതാവ് ഈ തൻ്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം അവനെ നൽകുവാൻ ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹമായപ്പോൾ, അല്ലയോ കർത്താവായ യേശുവേ, അങ്ങക്ക് 30 വയസ്സുള്ള വ്യക്തിയായി വന്ന് ഈ 3.5 വർഷക്കാരോട് പ്രവർത്തിച്ച് അങ്ങേക്ക് വേണമായിരുന്നുവെങ്കിൽ മാനവരാശിയുടെ പാപം ഏറ്റെടുത്ത് അങ്ങേക്ക് കാൽവറിയിൽ മരിക്കാമായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത്? ന്യായമായൊരു ചോദ്യമാണ്. യേശുക്രിസ്തു എന്തിനാണ് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത്? എന്തുകൊണ്ട് യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ജനിക്കണം? അദ്ദേഹത്തിന് ആദാമിനെ സൃഷ്ടിച്ച ദൈവം, ഹവ്വായെ സൃഷ്ടിച്ച ദൈവത്തിന് വേണമെങ്കിൽ ഒരു അച്ഛനും അമ്മയും ഇല്ലാതെ ഭൂമിയിലേക്ക് വന്നുകൂടായിരുന്നോ? പിന്നെ എന്തിനാണ് മറിയത്തിന്റെ ആവശ്യം, ഒരു സ്ത്രീയുടെ ആവശ്യം? നിങ്ങൾ ചോദിക്കണം. ഉത്തരം പറയുന്നത് ബൈബിളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന് 3-ാം വാക്യം പറയുന്നത്, സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചു എന്ന് പറഞ്ഞാൽ, ഹവ്വായിലൂടെയാണ് പാപം ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ ഏദനിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് ദൈവം പൂർണ്ണനായിരിക്കൊണ്ട് തന്റെ രക്ഷാപദ്ധതിയും പൂർത്തിയുള്ളതാണ് പ്രിയരെ. അതുകൊണ്ടാണ് ഏദനിൽ നിന്ന് പാപം ചെയ്ത് ഇറക്കപ്പെട്ട മനുഷ്യനോട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പാപം ചെയ്യിച്ച് പാതാളത്തിനാടായി നിത്യ നരകത്തിലേക്ക് പോകുവാൻ മനുഷ്യൻ പോകാൻ കാരണം പിശാചാണ്. അവന്റെ അധികാരത്തെ നീക്കണമെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി തന്നെ
ദൈവം മനുഷ്യനായി അവതരിക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാൻ കാരണം. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി വരുന്നവൻ എന്തുകൊണ്ടാണ് കന്യകയുടെ മകനായിരിക്കണമെന്ന് പറയുവാൻ കാരണം? കന്യകയുടെ മകനായവാൻ കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും അകൃത്യത്തിലൊരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്നാണ് അഥവാ ദാവീദ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ ഒരു ശിശുവായി തന്നെ ഒരു വ്യക്തി ജനിക്കുന്നത് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കിടക്കുവാൻ കാരണം, ആദാമിന്റെ മരണം നമ്മളിലേക്ക് വരുവാൻ കാരണം നാം ജന്മനാ തന്നെ പാപത്തിലാണ് ഉരുവാകുന്നത്. അങ്ങനെ പാപത്തിൽ ഉരുവാകുമ്പോൾ പാപിയിൽ നിന്ന് ജനിച്ചാൽ അവനും പാപിയായി പോകും. അതുകൊണ്ടാണ് കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കണം. അപ്പൊ കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കണമെന്ന് യശയ്യാപ്രവാചന പുസ്തകം 7-ാം അധ്യായത്തിന് 14-ാം വാക്യം രേഖപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു കന്യകയായാൽ പോരെ? പിന്നെ എന്തുകൊണ്ടാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു കന്യകയായിരിക്കണമെന്ന് നിർബന്ധം? നമുക്കറിയാം, ജോസഫിന് വിവാഹ നിശ്ചയം കഴിഞ്ഞ മറിയ എന്ന കന്യകയിൽ നിന്നാണ് യേശുക്രിസ്തു ഭൂജാതനാകുവാൻ അത് തിരുവവതാരം ചെയ്തത്. എന്താണ് കാരണം? ഈ ഭൂമിയിൽ കുടുംബജീവിതം എന്ന സംവിധാനം അഥവാ സ്ഥാപിച്ചത് ദൈവമാണ് പ്രിയരെ. എന്തുകൊണ്ടാണെന്ന് അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാത്തത്, സ്വൈര്യമില്ലാത്തത്, സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തത്, മദ്യവും മധുരാക്ഷിയുമായ ലോകത്ത് ഇത്രമാത്രം പാപം പെരുകുന്നതിന്റെ കാരണം എന്താണ്? കുടുംബജീവിതം പൈശാചികമായിരിക്കുന്ന പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് അതിന് പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ട് ദൈവം അഥവാ താൻ വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു കന്യകയാണ് ദൈവം തെരഞ്ഞെടുത്തത്. അങ്ങനെ മറിയ എന്ന ഒരു സാധുവന്തിയെ തെരഞ്ഞെടുത്തു. വിവാഹ നിശ്ചയം കഴിഞ്ഞേ ഉള്ളൂ. ആ മറിയത്തോട് പറയുകയാണ് ഗബ്രിയേൽ ദൂതൻ, മറിയമേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും എന്നെല്ലാം പറഞ്ഞപ്പോൾ മറിയ ചോദിച്ചു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 28 താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. പുരുഷനെ ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല, വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് എനിക്കൊരു പുരുഷ പ്രജ ലഭിക്കുന്നത്? അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ദൈവത്തിനു കാര്യവും അസാധ്യമല്ല. ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ച ദൈവം, അതുപോലെ ജീവിതകാലത്ത് മക്കളുണ്ടാവാതിരുന്ന അഥവാ സക്കരിയ പുരോഹിതനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു മകനെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ദൈവത്തിന് കാര്യവും അസാധ്യമല്ല. വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉപയോഗിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിനാൽ പിതാവിന്റെ ശക്തിയാൽ വചനം ശരീരമായി തീർന്നു. അതുകൊണ്ടാണ് അഥവാ ഈ കന്യകയായ മറിയയുടെ ഉദരത്തിൽ ഉരുവായത് വചനം ശരീരമായി എന്ന വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, വചനം ശരീരമായി തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിലും മറിയയുടെ വയറ്റിലല്ലേ ക്രിസ്തു ജനിച്ചത്? ആദാമിയ കുലത്തിൽ ജനിച്ച് ഏതൊരാളും പാപിയായിരിക്കെ മറിയയും പാപിയല്ലേ? അങ്ങനെ പാപിയായ മറിയത്തിൽ ക്രിസ്തു ജനിക്കുമ്പോൾ ഈ മറിയത്തിൽ നിന്ന് എന്തെങ്കിലും ക്രിസ്തു സ്വീകരിച്ചാൽ അഥവാ ആ ക്രിസ്തുവും പാപിയായി തീരും. അതുകൊണ്ടാണ് ഈ സന്ദേശം അറിയിച്ച സമയം ഇപ്രകാരമാണ് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതമെന്നിൽ നിറവേറട്ടെ. വീണ്ടും ലൂക്കോസ് സുവിശേഷം 1:47 പറയുകയാണ്, എന്റെ ഉള്ളം എന്റെ രക്ഷിതാവിൽ ഉല്ലസിക്കുന്നു. കാൽവരിയുടെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തയില്ല എങ്കിൽ, പാപത്തിന് പരിഹാരം വരുത്തിയില്ല എങ്കിൽ മറിയത്തിന് പോലും സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല പ്രിയരെ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, മറിയയുടെ പോലും രക്ഷകനായിരിക്കുന്ന സാക്ഷാൽ ദൈവം ആ വചനഭാവമായി അവൻ ശരീരമെടുത്തു. അതുകൊണ്ടാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന് 4-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ ന്യായമായൊരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനും മറിയയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? അത് നിങ്ങൾ യിരെമ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായം 22-ാം വാക്യം വായിക്കണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, യഹോവ ദേശത്ത് വലിയൊരു പുതുമ സൃഷ്ടിക്കുന്നു, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും എന്ന് പറഞ്ഞാൽ 9 മാസവും 9 നാഴികയും 9 വിനാഴികയും ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അതിനെ ഗർഭപാത്രത്തിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സംരക്ഷിക്കുന്ന
ആ സംരക്ഷണം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ബൈബിൾ ആദിയോടെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ ഒരിടത്ത് പോലും എന്തുകൊണ്ടാണ് മറിയത്തെ മാതാവെന്ന് യേശുക്രിസ്തു വിളിച്ചതായി രേഖപ്പെടുത്താത്തതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാം ഒരമ്മയിൽ നിന്നും നാം അഥവാ അണ്ടവും ബീജവും കൂടിച്ചേർന്ന് ജനിച്ചതുപോലെ അല്ല. കർത്താവായ യേശുക്രിസ്തു അവൻ പാപമില്ലാത്തവനായി പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായി ഭൂമിയിലേക്ക് ജനിച്ചു. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. ഈ മറിയ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ജോസഫ് അഥവാ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ആഗ്രഹിച്ചു. കാരണം താൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീ ഇപ്പോൾ ഗർഭിണിയായി എന്നറിഞ്ഞു. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ ഒരിക്കലും മറിയത്തെ ചേർത്തുകൊള്ളുവാൻ 20-21 നീ ഒരിക്കലും ശങ്കിക്കേണ്ട, അവൾ ഉത്ഭൂതമായത് പരിശുദ്ധാത്മാവിലല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, പ്രപഞ്ചത്തിൽ എന്നോളം പാപമില്ലാതെ പരിശുദ്ധ ശരീരത്തിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വയസ്സ് ജീവിച്ചു. 33.5 വയസ്സ് ജീവിച്ചു. അവശരെയും ആർത്തരെയും ഉയർത്തി, ദരിദ്രർക്ക് സുവിശേഷം ഒരു ഭൂമിയിൽ സഞ്ചരിച്ചു. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ സഹവസിച്ചു. അവൻ ഭക്ഷണം കഴിച്ചു. എന്നാൽ അവൻ മാത്രമേ ചോദിച്ചുള്ളൂ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന് 46-ാം വാക്യത്തിൽ, നിങ്ങളിൽ ആരെന്നെ പാപബോധം വരുത്തും? ലോക ചരിത്രത്തിൽ ഇതുപോലൊരു ചോദ്യം മറ്റൊരു വ്യക്തി ചോദിച്ചിരുന്നുവെങ്കിൽ അനേക പാപങ്ങൾ തെളിയിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ മശിഹായുടെ മണ്ണും മാനവും മുട്ടിക്കിടക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ അനവധി മഹാരഥന്മാരും മഹാപുരോഹിതന്മാരും അന്നത്തെ ഭരണവർഗവും ഒരുപോലെ ശ്രമിച്ചില്ലേ പ്രിയരെ? യേശുക്രിസ്തുവിനെ അഥവാ 3 മതക്കോടതികളും 3 സിവിൽ കോടതികളും മാറി മാറി വിസ്തരിച്ചില്ലേ? ആദ്യം ഹന്നാവിന്റെ കോടതി വിസ്തരിച്ചില്ലേ, റിട്ടേർഡ് മഹാപുരോഹിതൻ? അതിനുശേഷം ഒരു തെറ്റും അവനിൽ കാണാത്തത് കൊണ്ടല്ലേ ഹയ്യാപ്പാസ് വിസ്തരിച്ചില്ലേ, മഹാപുരോഹിതൻ? അതിനുശേഷം അവനിൽ ഒരു തെറ്റും കാണാത്തതുകൊണ്ട് വീണ്ടും സന്നിധി സംഘം 70ഓളം പരീശന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന യഹൂദ മതക്കോടതി വിസ്തരിച്ചില്ലേ? പക്ഷെ അവനിൽ ഒരു തെറ്റും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവനെ നേരെ സിവിൽ കോടതിയിലേക്ക് അയച്ചു. പിലാത്തോസ് റോമൻ അഥവാ ഗവർണർ വിസ്തരിച്ചില്ലേ? അവസാനം അദ്ദേഹവും ചോദിച്ചു, ഈ മനുഷ്യൻ ചെയ്ത ദോഷമെന്ത്? ഇവനിൽ ഒരു കുറ്റവും എനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. വീണ്ടും ഗലീലായിലെ രാജാവായ ഹെറോദാസ് വിസ്തരിച്ചില്ലേ? അവനും വിസ്തരിച്ചിട്ട് അവനിൽ ഒരു തെറ്റും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വീണ്ടും 6-ാമത്തെ കോടതി ഇതാ പിലാത്തോസ് വിസ്തരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ നീതിമാൻ രക്തത്തിൽ പങ്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, പരിശുദ്ധനായി ജനിച്ച് പാപം ചെയ്യാതെ ജീവിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ച അഥവാ അവനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസ് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നിരിക്കുന്നു. ഒരു യൂദാസിന്റെ സാക്ഷ്യമാണത്. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണെന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അവിടെ കൊണ്ട് അവസാനിച്ചു പ്രിയരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അവന്റെ മരണം കണ്ട് ശതാധിപൻ അനവധി കുറ്റവാളികളുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു നീതിമാന്റെ മരണം കണ്ടിട്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയത്. അവന്റെ മരണം കണ്ട ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ കേവലം മനുഷ്യനല്ല, ഇവൻ ദൈവപുത്രൻ തന്നെ. ഇവന്റെ മരണത്തിൽ സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കലകൾ തുറക്കപ്പെട്ടു, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശീല മുഖംമുടി അടിവരെയും കീറിപ്പോയി. ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് ശത്രുവായിരിക്കുന്ന ഒരു റോമൻ ശതാധിപനാണ് വിളിച്ചു പറഞ്ഞത്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. 3 വർഷക്കാലം അവനെ അനുഗമിച്ച പത്രോസ് പറഞ്ഞു, ഞങ്ങൾ അവനെ പരിശോധിച്ചു, അവൻ പാപം ചെയ്തിട്ടില്ല. അതുപോലെ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ ഭാഷയും എല്ലാ വിജ്ഞാനവും ഉപയോഗിച്ച് അവനെ പരിശോധിച്ചു, പക്ഷെ അവൻ പാപം അറിഞ്ഞിട്ടില്ല. അവനെ പരിശോധിച്ച് അവന്റെ കൂടെ സഹവസിച്ച് അവന്റെ മാറോട് ചാരി യോഹന്നാൻ പറഞ്ഞു, അവനിൽ പാപമില്ല. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, പാപമില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തു, ആ ക്രിസ്തു എന്തിനു മരിക്കണം? എന്തിനു മരിക്കണം? മരണശേഷം വന്ന ഒരാളുണ്ടോ എന്ന നമ്മുടെ ചോദ്യം. യേശു ക്രിസ്തു എന്തിനു മരിക്കണം? പാപത്തിന്റെ ശമ്പളമല്ലേ മരണം? അങ്ങനെയിൽ ക്രിസ്തു മരിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ 114 സൂറത്ത് വിരുദ്ധമായി ഖുർആനിൽ 6666 വാക്യങ്ങളുടെ ഖുർആനിൽ 4-ാം സൂറത്ത് 157-58 ആയത്ത് പറയുന്നത്, അഥവാ ഈസായെ ക്രൂശിക്കാനായിട്ട് യഹൂദന്മാർ കൊണ്ടുപോയപ്പോൾ അല്ലാഹു സ്വർഗത്തിലേക്ക് എടുത്തു, ഈസായെ ക്രൂശിച്ചില്ല. കാരണം മുഹമ്മദ് നബി സഹീഹുൽ ബുഖാരിയിൽ പറയുന്നത്, ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഏക നബി ഈസ മാത്രമാണ്. ഞങ്ങൾക്ക് 1,25,000 നബിമാരുണ്ട് ഒരു ഇസ്ലാമിന്. അതിൽ 25 പ്രധാനപ്പെട്ട നബിമാരുണ്ട്. പക്ഷെ ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഒരുവൻ, പാപമില്ലാത്ത ഒരുവൻ, അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു എങ്ങനെ മരിക്കും? എങ്ങനെ ക്രിസ്തു മരിക്കും? അവന്റെ മേനി എങ്ങനെ ദ്രവത്വം കാണും? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ,
അതുകൊണ്ടാണ് ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് പാപിയായ മനുഷ്യനെ ശിക്ഷിക്കുവാൻ പരിശുദ്ധനായ ദൈവത്തിന്റെ കോടതി, ആ കോടതി തയ്യാറായപ്പോൾ തന്റെ ഓമനപുത്രന്റെ മേൽ 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഗദസമന എന്ന തോട്ടത്തിൽ, പ്രിയ സ്നേഹിത, ഏകദേശം രാത്രി 1 മണിയോടടുത്ത സമയത്ത് അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണം. എല്ലാ മനുഷ്യരുടെയും പ്രതിനിധി, പാപം ചെയ്ത് പാപത്തെ പാൽ പോലെ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ നരകത്തിന്റെ കവാടത്തിൽ നിൽക്കുമ്പോൾ സ്നേഹസ്വരൂപനായ ദൈവത്തോട് അവൻ അപേക്ഷിക്കും, അല്ലയോ ദൈവമേ, നീ എനിക്ക് തുടിക്കുന്ന ജീവൻ തന്നു, ശ്വസിക്കുന്ന വായു തന്നു, കുടിക്കുന്ന വെള്ളം തന്നു, കാണുന്ന പ്രകാശം തന്നു, ഈ മനോഹര ഭൂമിയിൽ ഒരു ജീവിതവും തന്നു. എന്നാൽ ഈ അവസാനം ഈ കെടാത്ത തീയിലേക്കും ചകാത്ത ഒഴിവിലേക്കും എന്നെ തള്ളരുതേ എന്ന് പറയും. സ്നേഹിത, ദൈവം സ്നേഹമാണ്, എന്നാൽ ആ സ്നേഹം നീതിയിൽ അധിഷ്ഠിതമാണ്. ആ നീതിമാനായ ദൈവത്തിന് പാപത്തെ ശിക്ഷിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പാപത്തെ ഏറ്റെടുക്കുവാൻ യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ, നിന്റെ ഹിതം നിറവേറട്ടെ. പാപത്തിന്റെ ശിക്ഷ വിധിക്കണം, പാപിയായ മനുഷ്യരെ രക്ഷിക്കണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതിനുവേണ്ടി നാം അറിയുന്ന പോലെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ BC 700 പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയതും പ്രകാരം നമ്മുടെ എല്ലാവരുടെയും പാപം, ലോകത്തിന്റെ പാപം ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന് മേൽ ചുമത്തി. അങ്ങനെ പാപം ചുമത്തപ്പെട്ട ക്രിസ്തു, മരണമില്ലാത്ത ദൈവമായ മനുഷ്യനായി അവതരിച്ച ക്രിസ്തു, മരണവേദനയിൽ അവന്റെ ഉള്ളം അഥവാ പ്രാണവേദനയിലായി. അവന്റെ വീർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ, പ്രിയ സ്നേഹിത, ആ ഗദസമനയിൽ ഒഴുകുവാൻ കാരണം മരണത്തിന്റെ ഭയാനകമായ വേദന, നരകത്തിന്റെ അഗാധ തലത്തിലെ ആ ഭയങ്കരമായി കത്തുന്ന തീപ്പൊയ്കയിലെ അതിക്രൂരമായിരിക്കുന്ന, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ആ ഭയങ്കരമായ വേദന, ആ വേദനയെ അവൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. അങ്ങനെ നമ്മുടെ പാപത്തെയും ആ പാപത്തിന്റെ പരിണതഫലമായിരിക്കുന്ന നമ്മുടെ ശിക്ഷയും ഏറ്റെടുത്തുകൊണ്ട് അവൻ ആ കാലുകളുടെ ക്രൂശിലേക്ക് കയറി. 2 കള്ളന്മാർ നടുവിൽ ഒരധമപാപിയെ പോലെ അവൻ നമ്മുടെ പകരക്കാരായി തൂങ്ങി നിന്നു. നിങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് നോക്കണം. പരിശുദ്ധാത്മാവിനാൽ പൂർത്തീകരിക്കപ്പെട്ട് വചനം ശരീരമായി തീർന്ന ഈ ഭൂമിയിൽ 33.5 വയസ്സ് ജീവിച്ചിട്ടും ലവലേശവും പാവമില്ലാത്ത അല്ലയോ ക്രിസ്തു, അങ്ങയുടെ തിരുമേനി റോമൻ ചാട്ടുവാറുകൾ ആഞ്ഞു പതിച്ചപ്പോൾ ഒരു കർഷകൻ തന്നെ നിലവിഴുതു മരിക്കുന്നു പോലെ ആ തിരുമേനി കീറി മുറിയുവാൻ കാരണം, സ്നേഹിത, ഒരു നരകമുണ്ട്. ആ നരകത്തിൽ മരണശേഷം പാപി പതിച്ചാൽ നിത്യമായ ദണ്ഡനമാണ്, രക്ഷപ്പെടുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവന്റെ തിരുമേനി അടിച്ചുഴുചാല് പോലെ കീറിയത്. അവന്റെ മുഖത്തെ ഓരോ രോമങ്ങളും അവർ കൊടിലുകൊണ്ട് പറച്ചില്ലേ പ്രിയരെ. നാം യൗവനകാലത്ത് ചെയ്തു കൂട്ടിയ ഹൃദയം കൊണ്ട് നാം ക്രൂരത കണ്ടിട്ട് മുഖം കൊണ്ട് ചിരിച്ചു കാണിച്ച അനവധി വ്യാജ കാര്യങ്ങൾ, പ്രിയ സ്നേഹിത, നമ്മുടെ പാപത്തിന്റെ ഭയാനകത. അവന്റെ മുഖത്തേക്ക് നാം നോക്കിയാൽ അവന്റെ ഓരോ രോമത്തിലൂടെയും രക്തം, ആ രക്തം ഒഴുകുവാൻ കാരണം ആ മുഖം രക്താഭിഷിക്തമായിരിക്കുന്നു. ജീവിക്കാൻ പഠിച്ച മനുഷ്യനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മനുഷ്യ, ശാസ്ത്രമെല്ലാം കണ്ടെത്തിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? സ്വർഗത്തിലോ നരകത്തിലോ? ഉത്തരമില്ലെങ്കിൽ നമ്മുടെ എല്ലാം പാപത്തിന്റെ ഭയാനകമായിരിക്കുന്ന ആ മൗഢ്യതയ്ക്കുള്ള കിരീടം, ബുദ്ധിശൂന്യതയ്ക്കുള്ള കിരീടം, ശാപത്തിന്റെ കിരീടം മുള്ളും പറക്കാരെയും ആ ശാപം തലമുറകളായി പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യനരകത്തിലേക്കുള്ള സമ്പാദ്യം ഏതെന്നിൽ വെച്ച് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പ്രിയരെ. അതിന്റെ ഭയാനകമായ കിരീടം അതാണ് ക്രിസ്തു ഏറ്റെടുത്തത്. അവന്റെ കൈകളിലേക്ക് നിങ്ങൾ നോക്കുമോ? അവന്റെ കൈകൾ അനേകർക്ക് അപ്പം നുറുക്കി കൊടുത്ത കൈകളല്ലേ. അനേക കുഷ്ഠരോഗികളെ ആരും തൊടുവാൻ ഇഷ്ടപ്പെടാത്ത, അടുത്ത് ചെല്ലുവാൻ ഇഷ്ടപ്പെടാത്ത കുഷ്ഠരോഗിയെ അവൻ കൈ പിടിച്ച് സൗഖ്യം കൊടുത്തവനല്ലേ. അനവധി പേരെ അവൻ മരണത്തിന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനല്ലേ. അവൻ സ്നേഹം മാത്രം കൊടുത്തവനല്ലേ, നന്മ മാത്രം പ്രവർത്തിച്ചവനല്ലേ. ആ കർത്താവിന്റെ തിരുക്കരങ്ങൾ സ്നേഹിത മറന്നു പോകരുത്. നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ ഭയാനകമായ പ്രവൃത്തിക്ക് വേണ്ടി അവന്റെ 33 വയസ്സ് വരുന്ന ആ യുവത്വമുള്ള കരങ്ങളെ, ആ 7 അഞ്ച് നീളവും 4 അഞ്ച് വീതിയുമുള്ള ആണികൾ ആഞ്ഞിറങ്ങിയത് ആ ഇറച്ചിയിലേക്ക് ആ റോമൻ പടയാളി
ആണി വെച്ച് ചിറ്റി കൊണ്ട് അടിച്ചടിച്ചടിച്ചിറക്കിയത്. സ്നേഹിത, മറന്നു പോകരുത്, ഇതാണ് ദൈവസ്നേഹം. ഇതാണ് ഒരു പിതാവിന്റെ മകനോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന്റെ ആ വലിയ സ്നേഹസ്വരൂപനായ ദൈവം കർത്താവായ യേശുക്രിസ്തു അങ്ങയുടെ തിരുപ്പാദങ്ങൾ കാരിരുമ്പാടികൊണ്ട് ആഞ്ഞടിക്കുവാൻ കാരണം, സ്നേഹിത, ഞാനും നീയും നടക്കുന്നത് പാപത്തിന്റെ വഴിയിലൂടെയാണ്, പാതാളത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. മറന്നു പോകരുത്. അതുകൊണ്ട് സ്നേഹിതന്മാരെ, ഒരു നരകശിക്ഷയില്ലായിരുന്നുവെങ്കിൽ, ഒരു ന്യായവിധിയില്ലായിരുന്നുവെങ്കിൽ, ഒരിക്കലും ക്രിസ്തു ക്രൂശിൽ ഈ ഭയാനകമായ മുറിവുകളേറ്റ് ഏകദേശം 6 മണിക്കൂറോളം, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ അവൻ കിടന്നു. അപ്പോഴും അവൻ പ്രാർത്ഥിച്ചില്ലേ? എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവരറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സ്നേഹിത, ആര് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? നിന്റെ ഏതൊരു മതനാവും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഈ മട്ടിനടിച്ച് ആക്ഷേപിതനായി ഭയാനകമായി വേദനയിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ പുത്രനായ മനുഷ്യൻ, ആ മകൻ, ഈ നിത്യമായ വേദനയിൽ നിന്ന് അവൻ രക്ഷപ്പെടണം. അതുകൊണ്ട് പിതാവിനോട് അപേക്ഷിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവരറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സ്നേഹിത, ഇതാണ് പിതാവിന്റെ സ്നേഹം. ഇതാണ് തൻ്റെ മകനായ മനുഷ്യ രക്ഷിക്കുവാനുള്ള സ്നേഹം. ആ ദൈവം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അവൻ ആ കലുറിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു ശ്വാസം പോലും എടുക്കുവാൻ കഴിയാത്ത അവസ്ഥ. മനുഷ്യന് മരണശേഷം എന്തെന്ന ചോദ്യത്തിന് ഇതാ അവന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരും ഒരുപോലെ മരണം ഭരിക്കുവാനായി, മരണത്തിനായി കിടക്കുന്ന പ്രിയരെ, അവരെയും മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. അതിലൊരു കള്ളൻ പറഞ്ഞു, നീ ദൈവത്തുണ്ടെങ്കിൽ നീ ക്രൂശിൽ നിന്നിറങ്ങി വാ, ഞങ്ങളെയും രക്ഷിക്കുക. യേശുക്രിസ്തു ഒന്നും പറഞ്ഞില്ല. എന്നാൽ മറ്റേ കള്ളൻ പറഞ്ഞു, നാം സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ അറിയുന്നില്ലയോ? നാം മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്, നാം പാപികളാണ്, നാം ദോഷികളാണ്, നമുക്ക് ഈ മരണം വിധിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ അരുതാത്ത ഒന്നും ചെയ്യാത്ത അല്ലയോ ക്രിസ്തു? അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. യേശുവേ രക്ഷക, നീ രാജ്യത്വം എന്നെ ഓർക്കണം. യേശു ക്രിസ്തു മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. മരണശേഷം എവിടെ എന്ന ചോദ്യത്തിന് യേശു ക്രിസ്തുവാണ് മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ. 4 ദിവസം കഴിഞ്ഞല്ല, 40 ദിവസം കഴിഞ്ഞല്ല, 4 വർഷം കഴിഞ്ഞല്ല, 40 വർഷം കഴിഞ്ഞല്ല, മരിക്കുന്ന നിമിഷം ഏതൊരു മനുഷ്യൻ മരിച്ചാലും ഒന്നെങ്കിൽ അവൻ പാതാള പറുദീസയിലേക്ക് പാപി മരിച്ചാൽ. ലാസർ മരിച്ചു, ധനവാനും മരിച്ചു. ധനവാൻ ആ പാതാള പറുദീസയിലേക്ക് പോയി, അവന് പാപപരിഹാരം വന്നില്ല. എന്നാൽ ലാസർ മരിച്ചു, അവൻ ദൈവദൂതന്മാർ ദൈവത്തിന്റെ പറുദീസയിലേക്ക് കൊണ്ടുപോയി എന്ന യാഥാർത്ഥ്യം അതാ യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല പ്രിയരെ. ആ കർത്താവായ യേശു ക്രിസ്തു അല്ലേ ഈ ഭൂമിയിലെ ബന്ധത്തിന് യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത്. താൻ സ്നേഹിച്ച ശിഷ്യനും തന്നെ പ്രസവിച്ച മാതാവും ക്രൂശിനരികിൽ നിൽക്കുന്നു. യേശു ക്രിസ്തു തന്റെ ശിഷ്യനോട് പറഞ്ഞു, യോഹന്നാനെ, ഇതാണ് നിന്റെ അമ്മ. നീ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ദീർഘായുസ്സുണ്ടാകുവാനും നിനക്ക് നന്മ വരുവാനും നീ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച ദൈവം ഇതാ മാതൃക കാണിക്കുകയാണ്. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. അതുപോലെ മറിയത്തോട് പറയുകയാണ്, ഇതാണ് സ്ത്രീയെ, ഇതാ നിങ്ങളുടെ മകൻ. ഈ ലോകബന്ധങ്ങളെല്ലാം 6 അടി മണ്ണ് കൊണ്ട് അവസാനിക്കും പ്രിയരെ. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് യോഹന്നാനെ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെയാണ് ഏൽപ്പിച്ചത്. നാം ഏറ്റവും ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കും. നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവർ ദീർഘായുസ്സോടെ ഇരിക്കും, അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് മാതാപിതാക്കളെ നോക്കുവാൻ മനസ്സില്ലാത്ത മക്കൾ അഥവാ വിദേശ രാജ്യങ്ങളിൽ പോയി സുഖലോലുപരായി ജീവിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളണം, നിങ്ങളുടെ മക്കളെയും ഇതേ നീ എന്ത് വിതയ്ക്കുന്നത് അത് മാത്രമേ കൊയ്യുകയുള്ളൂ എന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന സ്നേഹിത, നീ വിദേശത്ത് പോയി എത്ര സമ്പാദിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ സമ്പാദിച്ച ശേഷം ഈ പാവം നമ്മെ വളർത്തി വലുതാക്കിയ, നമ്മെ സ്നേഹിച്ച, നമുക്ക് ഓജസ്സും തേജസ്സും തന്ന, നമുക്ക് വേണ്ടി അവരുടെ ജീവൻ തന്നെ ഒഴിഞ്ഞു വെച്ച ആ മാതാപിതാക്കളെ നോക്കുവാൻ തിരിച്ചു വരണം. അവർ വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിച്ചാൽ നിന്റെ മക്കളും നിന്നെ അതുപോലെ സംരക്ഷിക്കും. ഇല്ല എങ്കിൽ നീ വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യുവാൻ കഴിയുകയുള്ളൂ.
മറന്നു പോകരുത്. ഈ വലിയ സത്യമാണ് യേശുക്രിസ്തുവോട് വെളിപ്പെടുത്തിയത്. അവിടെ കൊണ്ട് തീർന്നില്ല പ്രിയരെ. കാൽവരിയുടെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. സ്നേഹിത, കടലും പുഴയുമെല്ലാം സൃഷ്ടിച്ച ദൈവം എന്തിനാണ് ദാഹിച്ചത്? നമ്മുടെ പാപത്തിന്റെ ഭയാനകമായിരിക്കുന്ന എത്രമാത്രം അറിവുണ്ടായാലും, എത്ര പണമുണ്ടായാലും, എന്തെല്ലാം പദവി ഉണ്ടായാലും, എത്രമാത്രം നമുക്ക് ജീവിത സൗകര്യമുണ്ടെങ്കിലും നാം ദുഃഖത്തിലല്ലേ പ്രിയരെ കഴിയുന്നത്? ഈ ദുഃഖത്തിന്റെ കാരണം പാപമെന്ന് പാല് പോലെ ആസ്വദിച്ചിട്ടല്ലേ ആ പാപത്തിന്റെ കയ്പ് നീർ അവൻ രുചിച്ചു നോക്കി. അവിടെ കൊണ്ട് തീർന്നില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ത്? പാപം ഭുജിച്ച പാപിയായ മനുഷ്യൻ മരണത്തിലൂടെ കൈവിടപ്പെട്ട് നിത്യമായ ന്യായവിധിയിലേക്ക് പോകുന്ന ആ നിത്യമായ സത്യത്തെ യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ത്? അതിനു മുമ്പ് യേശുക്രിസ്തു ഇപ്രകാരമാണ് തന്റെ പിതാവിനെ പരിചയപ്പെടുത്തിയത്, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. എന്നാൽ നമുക്ക് ദൈവമായിരിക്കുന്ന പോലെയല്ല ക്രിസ്തുവും ദൈവമായിരിക്കുന്നത്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായ ദൈവത്തിൽ പിതാവ് എന്ന് വിളിക്കുന്നത് തൻ്റെ അസ്തിത്വത്തിലുള്ള ആ വിളിയാണ്. നിത്യപിതാവ്, പുത്രൻ, പരിശുദ്ധം. എന്നാൽ ഒരു മനുഷ്യൻ അങ്ങനെയല്ല, സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്തുകൊണ്ട് ഈ പ്രകാരം ദൈവത്തോട് അപേക്ഷിച്ചു, പിതാവിനോട് അപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ, പ്രിയ സ്നേഹിത, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ആ വലിയൊരു ബന്ധം, ആ ബന്ധമാണ് ഇപ്രകാരം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് അലറിക്കരഞ്ഞുകൊണ്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞ് അവൻ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്ന് വരെ പാപത്തിന്റെ പരിഹാരം മുഴുവൻ വരുത്തിക്കൊണ്ട് ജനിച്ചുകൊണ്ടിരിക്കുന്ന, മരിച്ച ലോകത്ത് സമസ്ത മനുഷ്യരെയും, ജാതിയില്ല, മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, ഉച്ചനീചത്തട്ടുകളില്ലാതെ മരണത്തിന് വിധിക്കപ്പെട്ട സമസ്ത മനുഷ്യരുടെയും നിത്യ നരക ശിക്ഷ മുഴുവൻ അവൻ എന്നേക്കുമായി പരിഹാരം ഉണ്ടാക്കി അവൻ തന്റെ പ്രാണനെ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല തുറക്കപ്പെട്ടു, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുഖമടിവരെയും കീറിപ്പോയി. പ്രിയ സ്നേഹിത, പാപത്തിനു വേണ്ടി ഇനി ഒരു യാഗവും ആവശ്യമില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ, അല്ലയോ ക്രൈസ്തവ മതമേ, നിങ്ങൾ വായിക്കണം എബ്രായ ലേഖനം 10-ാം അധ്യായം, അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ പാദപീഠമാകുവോളം അവൻ കാത്തിരിക്കുന്നു. ആ ഏകയാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ സദാകാലത്തേക്ക് സർവ്വപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു. ഭൂതകാലത്തിൽ മനുഷ്യൻ ചെയ്ത പാപത്തിനല്ല, വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ട് പാപത്തിനല്ല, ഭാവി കാലത്തെ അവസാന നിമിഷം വല്ല പാപത്തിന്റെയും പരിഹാരം കാൽവരിയിൽ നാം ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് യേശു ക്രിസ്തു നമ്മുടെ നരകശിക്ഷ മുഴുവൻ അവൻ എന്നേക്കും അനുഭവിച്ചു തീർത്തു എന്ന യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു. ആകയാൽ ഇവയുടെ മോചനത്തിനോടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പ്രിയ സഹോദരന്മാരെ, അതുകൊണ്ടാണ് ജെറുസലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ അടിവരെയും കീറിപ്പോയി. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. സ്വർഗത്തിലെ ദൈവം അത് കീറി. എന്തുകൊണ്ട് കീറി? പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും തമ്മിൽ, അഥവാ ആ പരിശുദ്ധ തമ്മിൽ തിരിച്ചിരുന്ന 70 അടി നീളവും 30 അടി വീതിയും 12 അഥവാ 12 ചണനൂൽ കൊണ്ട് നിർമ്മിച്ച ഏകദേശം 4 ഇഞ്ച് കനം വരുന്ന 12 അടക്ക് ചണനൂലാണ്. ആ തിരശ്ശീല മുകൾ അടിവരെയും കീറിപ്പോയി. പ്രിയരെ, എന്തെന്ന് ചോദിച്ചാൽ, ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം വേണ്ട. യേശുക്രിസ്തു ദേഹമെന്ന തിരശ്ശീല ചിന്തി സ്വർഗത്തിലേക്ക് ഇതാ പുതുവഴി, ജീവന്റെ പൊഴി തുറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടിൽ 1-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് വരെ പിന്നീട് ശിഷ്യന്മാരോ ക്രിസ്തു വിശ്വസിച്ചവരോ ഇന്നത്തെ പോലെ കുർബാന എന്ന യാഗം ഒരിക്കലും അർപ്പിച്ചിട്ടില്ല. പ്രിയരെ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അങ്ങനെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. പാപിയാണെന്ന കാരണത്താൽ ഇനി ഒരു മനുഷ്യനെയും നരകത്തിൽ തള്ളുകയില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ വായിച്ചോളുക. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന് 2-ാം വാക്യം വായിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് വിചാരിച്ച് അവന് പാപം ചെയ്യാൻ ലൈസൻസ് അല്ലത്.
പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തു പോയെങ്കിലോ നീതിമാനായ കർത്താവായ യേശുക്രിസ്തു കാര്യസ്ഥൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിലുണ്ട്. അവൻ സർവ്വലോകത്തിന്റെയും പാപപരിഹാരം വരുത്തിയിരിക്കുന്നു. ഇവിടുത്തെ ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും സിഖ് മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തു പിതാവ് വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പാപിയാണെന്ന കാരണത്താൽ ഒരു മനുഷ്യനെ നരകത്തിൽ തള്ളില്ല പ്രിയരെ. അതുകൊണ്ടാണ് ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കണം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണശേഷം ഏതെങ്കിലും ഒരു അപ്പോസ്തലനോ ഏതെങ്കിലും ക്രിസ്ത്യാനിയോ പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥനയില്ല. എന്താണ് കാരണം? പ്രിയ സ്നേഹിത, പാപത്തിന്റെ പരിഹാരം വരുത്തി. ഇനി നീ പാപിയായതുകൊണ്ടല്ല നരകത്തിൽ പോകുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ നരകത്തിൽ പോകുന്നത് ചോദിച്ചാൽ യേശുക്രിസ്തു മറുപടി പറഞ്ഞിട്ടുണ്ട്. നിത്യമരണത്തിലേക്ക് ഒരു മനുഷ്യൻ പോകാൻ കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശുക്രിസ്തു തിരുവാമൊഴിഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവൻ ജീവനെ കാണില്ല. ദൈവക്രോധം അവന്റെ തലയിൽ വസിക്കുന്നു. ഇനി ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ നരകശിക്ഷയിലേക്ക് പോകുന്നതിന് കാരണം യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജീവിതകാലത്ത് പാപജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശിയായി തീർന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് മനുഷ്യനെയും തീപ്പൊയ്യിൽ തള്ളിയിടും പ്രിയരെ. അതുകൊണ്ട് യേശുക്രിസ്തു മരിച്ചു വരുന്ന ഒരു മനുഷ്യൻ മടങ്ങി വന്നിട്ടുണ്ടോ? അതാണ് ചോദ്യം. പ്രിയ സ്നേഹിത, യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് കഥ അവസാനിച്ചില്ല. യേശുക്രിസ്തുവിന്റെ ആ മരിച്ച ശരീരം ജോസഫും നീക്കോദിമോസും കൂടി നേരെ പിലാത്തോസിന്റെ അടുക്കൽ ചെന്നു. പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ആ ശരീരം അടക്കം ചെയ്യുവാൻ തരണം. പിലാത്തോസ് റോമൻ പടയാളിയെ കൊണ്ട് മരണം ഉറപ്പുവരുത്തുവാൻ 3 പേരുടെയും 2 കൂടെ അപ്പുറവും ഇപ്പുറവും ക്രൂശിച്ച 2 കള്ളന്മാരുടെയും അവരുടെ കാലുകൾ ഒടിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ മരിച്ചുവെന്ന് അവർക്ക് തോന്നിയിട്ട് അവരൊരു കുന്തമെടുത്ത് അവന് വിലാപ്പുറത്ത് കുത്തി. അങ്ങനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. സയൻസ് പരമായി പറഞ്ഞാൽ അവന്റെ ശരീരം മരണത്തിന് വിധേയമായി യേശുക്രിസ്തു മരിച്ചു. അങ്ങനെ മരിച്ച ശരീരം ജോസഫിനും നീക്കോദിമോസിനും ഇത് അടക്കം ചെയ്താൻ കൊടുത്തു. പ്രിയ സ്നേഹിത, യഹൂദ ശവമടക്ക മര്യാദ പ്രകാരം അത് ഏകദേശം ജോസഫ് നീക്കോദിമോസ് 100 റാത്തിൽ ഇടിച്ചെടുത്ത സുഗന്ധക്കൂട്ട് 3 അകിലും അത് ഇടിച്ച് അത് അരച്ചെടുത്ത് ഈ അടിച്ചു കീറിയ ഈ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് 14 അടി നീളവും അതുപോലെ 4 അടി വീതിയുമുള്ള ലിനിൻ വെളുത്ത തുണി കൊണ്ട് അവന്റെ ശരീരം മുഴുവൻ അങ്ങ് എംബാം ചെയ്തു. അതുകൊണ്ട് അവസാനിച്ചില്ല. ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ഒറ്റപ്പാറയിൽ വെട്ടിയുണ്ടാക്കിയ ജോസഫിന്റെ പുതിയ കല്ലറയിലേക്ക് വെച്ചു. ആ കല്ലറയ്ക്കുള്ളിൽ വെച്ച ശേഷം റോമയുടെ മുദ്രയും വെച്ചു. റോമൻ പടയാളികളെ കാവലുമിട്ടു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തു പറഞ്ഞിരുന്നു, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങൾ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർക്കും. നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാമെന്ന് പറഞ്ഞ നിങ്ങൾ എന്നെ കൊന്നാൽ ഞാൻ ഉയർക്കുമെന്ന് വെല്ലുവിളിച്ച ക്രിസ്തു, ആ ക്രിസ്തു ഇതാ കല്ലറയ്ക്കുള്ളിൽ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ ബ്രഹ്മമുഹൂർത്തം പെട്ടിവിടുമ്പോൾ ഇതാ യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്ത് പുറത്ത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, എങ്ങനെയാണ് ഉയർപ്പ് സംഭവിച്ചത്? ന്യായമായൊരു ചോദ്യമാണ്. മരിച്ചു വരുന്ന അവൻ എങ്ങനെ മടങ്ങി വന്നു? 1, അവൻ ചിരപുരാതനായ ദൈവമാണ്. 2, അവൻ ഭൂമിയിൽ വെളിപ്പെട്ട ദൈവമാണ്. 3, അവൻ ഈ ഭൂമിയിൽ മനുഷ്യ അവതാരം എടുത്തിട്ടും ലവലേശവും പാപം അവന്റെ മേൽ തട്ടിയില്ല. അത്ര പരിശുദ്ധനായ ക്രിസ്തു പാപികളായി നമുക്ക് വേണ്ടി അവൻ മരണം വരിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം, അങ്ങനെ ദൈവം മരിക്കുമോ? ന്യായമായ ചോദ്യമാണ്. അതിന് പത്രോസാണ് ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അവൻ നീതിമാനായി നീതികെട്ട നമുക്ക് വേണ്ടി അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അഥവാ ജഡത്തിൽ മരണശിക്ഷയേറ്റു, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ജഡത്തിൽ ക്രിസ്തു മരണശിക്ഷയേറ്റു. ദൈവം ആത്മാവാകുന്നു. ക്രിസ്തുവിന്റെ അഥവാ ദൈവത്വമല്ല മരിച്ചത് പ്രിയരെ, പിന്നെയോ മനുഷ്യത്വമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്റെ ജീവനെ കൊടുപ്പാൻ
തിരികെ പ്രാപിപ്പാൻ എനിക്ക് അധികാരമുണ്ട്. മരണം അവനെ കീഴടക്കുകയായിരുന്നില്ല, അവൻ മരണത്തെ ആസ്വദിക്കുകയായിരുന്നു. ലോക ചരിത്രത്തിൽ നിന്ന് വരെ മരണത്തെ ആസ്വദിച്ച ഒരു വ്യക്തി പ്രഭാവമുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ജീവനെ കൊടുക്കുന്നു, തിരികെ പ്രാപിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം പാപിയായി നമ്മെ കീഴടക്കുമ്പോൾ പാപമില്ലാത്ത ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു. അവൻ മരണം വരിച്ചു. മരണാധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇപ്പോൾ ഇതാ കല്ലറയ്ക്ക് പുറത്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, ആരെ കല്ലറ തുറന്നു കൊടുത്തത്? എപ്പോഴാണ് കല്ലറ തുറന്നു കൊടുത്തത്? എങ്ങനെയാണ് യേശു ക്രിസ്തു ഉയർത്തത്? ഇത് ന്യായമായ കാര്യമാണ്, പേടിച്ചൊന്നും പഠിക്കേണ്ട. ക്രിസ്തീയ മാർഗം എന്ന് പറഞ്ഞാൽ ജീവന്റെ മാർഗമാണ്, സത്യത്തിന്റെ മാർഗമാണ്. അതുകൊണ്ടാണ് വാതിലുകളും ജനലുകളും അടച്ചിട്ടിരിക്കുന്നു. ശിഷ്യന്മാർ സെഖ്യോമാളികയിൽ യഹൂദന്മാരെ ഭയന്നിരിക്കുകയാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ മശിഹ അവരുടെ നടുവിൽ പ്രത്യക്ഷനായപ്പോൾ അഥവാ ആശ്ചര്യപ്പെട്ടു പോയി ശിഷ്യന്മാർ. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അവിടെ വാതിലും ജനലും അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ ഇതാ യേശുക്രിസ്തു അസ്ഥിയും മാംസമുള്ള ശരീരത്തിൽ പ്രത്യക്ഷനായപ്പോൾ അവർ ആശ്ചര്യഭരിതരായി. അപ്പോൾ യേശുക്രിസ്തു ചോദിച്ചു, നിങ്ങൾ എന്നെ ഒരു ഭൂതത്തെ നോക്കുന്ന പോലെ നോക്കുന്നത്? എനിക്ക് അസ്ഥിയില്ലേ, മാംസമില്ലേ? എന്നെ തൊട്ടു നോക്കുക. യേശുക്രിസ്തു പറഞ്ഞ്, കഴിക്കാൻ വല്ലതുമുണ്ടോ? തേനും കട്ടിയും മീനും ഭക്ഷിച്ചു കാണിച്ചു കൊടുത്തു. അസ്ഥിയും മാംസമുള്ള ശരീരത്തിൽ ഇതാ വാതിൽ തുറക്കാതെ യേശുക്രിസ്തു സഖിയോ മാളികയിൽ ആ വാതിൽ അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് എങ്ങനെ സംഭവിച്ചു? ന്യായമായൊരു ചോദ്യമാണ്. അതിനു മുമ്പ് ഈ 33 വർഷക്കാലം യേശുക്രിസ്തു സഖിയോ മാളിയിൽ കടന്നു ചെല്ലണമായിരുന്നെങ്കിൽ വാതിൽ തുറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരത്ഭുതവും കൂടാതെ യേശുക്രിസ്തു ഇതാ അടച്ചിട്ട മുറിക്കുള്ളിൽ ചെന്നിരിക്കുന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? അതിനുത്തരം ദൈവഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട്. പ്രിയരെ, സംശയമുള്ളൊരു വായിച്ചു നോക്കണം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പരിശുദ്ധാത്മ പൗലോസിലൂടെ രേഖപ്പെടുത്തി, ജഡം സംബന്ധിച്ച് ദാവീദിനെ സഞ്ചരിക്കുകയും മരിച്ചിട്ടുയർക്കിയാൽ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ നിർണയിക്കപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, 33.5 വയസ്സ് രക്തത്തിൽ ജീവനുള്ള നമ്മളെപ്പോൾ ഒരു പച്ച മനുഷ്യനായി ഈ ഭൂമിയിൽ അവൻ ജീവിച്ചുവെങ്കിൽ കാൽവരിയുടെ ക്രൂശിൽ ആ പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവന്റെ അവസാന രക്തവും ഊറ്റപ്പെട്ടുവെങ്കിൽ ജഡത്തിലുള്ള ജീവൻ അവിടെ കൊണ്ട് അവസാനിച്ചു. ആ ശരീരം കല്ലറയിൽ വെച്ചപ്പോൾ ജഡം സംബന്ധിച്ച് ദാവീദിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഈ രക്തത്തിലെ ജീവൻ മാറി ആത്മാവിൽ ജീവനുള്ളവനായി തീർന്ന ക്രിസ്തു അവൻ പുനരുദ്ധാന പുത്തൻ ശരീരത്തിൽ അസ്ഥിയും മാംസമുള്ള ശരീരത്തിൽ, ആ ശരീരത്തിന് പ്രിയരെ കല്ലറ ഒരു തടസ്സമല്ല, ആ ശരീരത്തിന് കവാടം ഒരു തടസ്സമല്ല, ആ ശരീരത്തിന് ദേശബന്ധ വ്യത്യാസമില്ല. ആ ശരീരത്തിലാണ് ഈ സൂര്യനെ കടന്ന് ചന്ദ്രനെ കടന്ന് നക്ഷത്രങ്ങളെ കടന്ന് വാനഗോളങ്ങളെ താണ്ടി പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്റെ പ്രിയ സ്നേഹിതന്മാരെ, ആ യേശുക്രിസ്തു 40 നാള് ഈ ഭൂമിയിലൂടെ വീണ്ടും തന്നെയാണ് അടിച്ച് അതേ പാദങ്ങൾ സഞ്ചരിച്ചില്ലേ? അവന്റെ ശിഷ്യനായി തോമാസിനെ സംശയിച്ചു. തോമസിനെ അരികിൽ വിളിച്ച് യേശുക്രിസ്തു പറഞ്ഞു, തോമസ്, നീ എന്റെ അരികിലേക്ക് വരിക, നീ എന്റെ ആണിപ്പഴുത് പരിശോധിക്കുക, എന്റെ ഈ വിലാപ്പുറത്ത് വരലിട്ട് നോക്കുക. രക്തമൊഴുകാത്ത മുറിവുകളുള്ള ആത്മാവ് ജീവനുള്ള ശരീരത്തിൽ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഇതാ യേശുക്രിസ്തു. അതുകൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ കല്ലറയിൽ ഓടിച്ചെന്നവർ കണ്ടെത്തിയത് പൊതിഞ്ഞു വെച്ച തുണിയല്ലാതെ വേറൊരു കാര്യവും അവിടെ കണ്ടില്ല. എന്താ കാരണം? ഈ പുനരുദ്ധാന ശരീരത്തിന് ഈ ഭൗതിക വസ്ത്രത്തിന്റെ ആവശ്യമില്ല പ്രിയരെ. ഈ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് വളരെ സത്യമായി, ശാസ്ത്രീയമായി, വളരെ കൃത്യമായിരിക്കെ, ആത്മാവെന്നൊന്നുണ്ടെന്ന് ശാസ്ത്രം തന്നെ സമ്മതിച്ചിരിക്കെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ടാണ് മരിച്ചിട്ടൊരാൾ മടങ്ങി വന്നിട്ടുണ്ടോ? ഉണ്ട്. യേശുക്രിസ്തു അവൻ ഈ ഭൂമിയിൽ വന്നു. ഈ 40 നാൾ ഭൂമിയിലൂടെ അവൻ സഞ്ചരിച്ചു. അവന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു. ശിഷ്യന്മാർ സുവിശേഷത്താൽ അവർക്ക് നിയുക്തത കൊടുത്തു. എന്നിട്ടാണ് പറഞ്ഞത്, ഞാൻ ഇതാ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. യേശുക്രിസ്തു ക്രൂശിൽ
നമുക്ക് വേണ്ടി തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി പാപത്തിന്റെ പരിഹാരം വരുത്തി നമ്മെ മരണ പുനരുദ്ധാനം ചെയ്യിച്ച് ഇതാ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷിതാവ് ഉണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് മറ്റൊരുത്തിനും അത് കഴിയില്ല പ്രിയരെ, യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. എന്താണ് കാരണം? അവനാണ് പാപിക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി, അവനാണ് ശിക്ഷയേറ്റവൻ, അവനാണ് മരിച്ചവൻ, അവനാണ് ഉയർത്തെഴുന്നേറ്റ് ആത്മാവിൽ ജീവനുള്ളവനായി ഇന്നും ജീവിക്കുന്നവൻ. ആ കർത്താവായ യേശുക്രിസ്തു മരിച്ചു വരുന്ന ഒരാൾ ഇതാ മടങ്ങി വന്നിരിക്കുന്നു. യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവാണ് പറഞ്ഞത്, കല്ലറയിലുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവരുടെ ഉയർക്കഴിഞ്ഞ നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനെ ഉയർപ്പിക്കും. എന്താണ് കാരണം? ഈ ശരീരം മണ്ണിലേക്ക് ലയിച്ചു പോയാലും ആത്മാവിൽ ജീവനുള്ളവനായി മനുഷ്യനെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒന്നെങ്കിൽ നിത്യമായ നരകത്തിലേക്ക് പോകാൻ പ്രാകൃത ശരീരത്തിൽ, ഇല്ല എങ്കിൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന ശരീരത്തിൽ സദൃശീകരിക്കപ്പെട്ട് ഒരു പുത്തൻ തേജസ്സുള്ള ശരീരത്തിൽ ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനെയും ഉയർപ്പിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അവൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ മരിച്ചവരെ ഉയർപ്പിച്ചുവെങ്കിൽ, അവൻ ജീവിച്ച കാലത്ത് കാലുകളുടെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെങ്കിൽ, ആ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. എന്തിനാണ് മടങ്ങി വരുന്നത്? തനിക്കായി കാത്തു നിന്ന രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. എന്താണ് തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷ? യേശുക്രിസ്തുവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർ പാപമോചനം ക്രിസ്തുവേശുവിന്റെ കാൽവരി ക്രൂശിലൂടെ സ്വർഗം, അഥവാ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ല. അങ്ങനെ നരകത്തിൽ നിന്ന് മോചനം കിട്ടി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഏകസത്യ ദൈവത്തിന്റെ നാമത്തിൽ അവന്റെ മരണത്തെയും അവന്റെ പുനരുദ്ധാനത്തെയും സാക്ഷീകരിക്കുന്ന ജ്ഞാന സ്നാനം സ്വീകരിച്ചവർ അവരെ ചേർക്കുവാനായി കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് ഈ സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന്, നക്ഷത്രങ്ങളെ കടന്ന്, വാനഗോളങ്ങളെ താണ്ടി ആ പിതാവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. സ്നേഹിത, ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിച്ചത് എന്തുകൊണ്ടാ? അവൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നവനാ. അവൻ സ്വർഗത്തിലേക്ക് കരകയറിപ്പോയത് എന്തുകൊണ്ടാ? അവൻ സ്വർഗീയനാണ്. അവൻ മൺമയമായ ശരീരം, അഥവാ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ യേശുക്രിസ്തുവിന്റെ ഇന്ന് ഈ സത്യം അംഗീകരിക്കാതെ നാം പോയാൽ, ഏത് വമ്പനെയും കൊമ്പനെയും തമ്പുരാനെയും ഒരുപോലെ ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധി നാളുണ്ട് പ്രിയരെ. അതുകൊണ്ടാണ് മരിച്ചവരെ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ അന്ത്യ പുനരുദ്ധാനത്തിൽ സമസ്ത പാപികളും ഒരുപോലെ പുനരുദ്ധാനം ചെയ്തു വരും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 11 വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ അവിടെ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിലൊരുത്തി ഇരിക്കുന്നു കണ്ടു. അവൻ ആകാശഭൂമിയിൽ ഓടിപ്പോയി മരിച്ചവർ ആഭാലവൃത്തം സിംഹാസനം നിൽക്കുന്നു കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്കയായ രണ്ടാം മരണത്തിൽ രക്ഷിപ്പാനാണ് മഹാദൈവത്തിന്റെ മടിത്തലം വിട്ട്, മാലാകമാരുടെ ആരാധന വിട്ട്, മഹീതലത്തിൽ മറിയത്തിന്റെ മകനായി മണ്ണിൽ അവതരിച്ച്, മാനവമധ്യേ പാവന ജീവിതം നയിച്ച്, മാനവ പാപത്തിന്റെ മകനീയമായ ശരീരത്തിൽ ഏറ്റെടുത്ത്, അവൻ പാപികൾക്ക് പകരക്കാനായി മരക്കുരിശിൽ മരിച്ച് മണ്ണിൽ അടക്കപ്പെട്ട് മഹത്വം കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. പ്രിയ സ്നേഹിത, ഇവന് തുല്യം മറ്റൊരുത്തിനില്ല. ഇവനാണ് നിസ്തൂല്യനായ ക്രിസ്തു. ഇവനാണ് വെളിപ്പെട്ട ദൈവം. ഇവനാണ് ലോകരക്ഷിതാവായ ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് സ്വീകരിച്ചാൽ, പ്രിയ സ്നേഹിത, മരിച്ചവർ മടങ്ങി വരുമോ? ന്യായമായ ചോദ്യമാണ്. സമസ്ത മനുഷ്യരും മടങ്ങി വരും. ഈ കല്ലറയുള്ള എല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, അന്ന് മടങ്ങി വരും. ഒന്നെങ്കിൽ ന്യായവിധിക്കായി, ഇല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുവാനായി. അങ്ങനെ കർത്താവിന്റെ കൂടെ ഈ ഭൂമിയിലേക്ക് വീണ്ടും വരും. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോൾ, നമ്മുടെ നിത്യകരുത നായകൻ എന്നറിയപ്പെടുന്ന പ്രേമസീർ സാർ മരിച്ചപ്പോൾ വയലാറിന്റെ ഗാനങ്ങളാണ് അവിടെ ആലപിച്ചത്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന്. ഇത്രമാത്രം ദുഷ്ടം നിറഞ്ഞ, പാപം നിറഞ്ഞ ഈ ലോകത്ത് ഇനിയും മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്നേഹിതന്മാരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളം ധരിച്ച് കർത്താവിന്റെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 7 വർഷക്കാലം, അഥവാ എതിർ ക്രിസ്തുവിന്റെ ഭരണം നടക്കും. ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പൈശാചിക ഭരണം നടക്കും. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരോടൊത്ത് ഈ ഭൂമിയിലേക്ക് വരും. ഏത്
ശാസ്ത്രം വെച്ചും പറയുവാൻ എനിക്കറിയാം. യേശുക്രിസ്തു വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറയുന്നത്, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ലോട്ടറി അടിച്ചവരല്ല ഭാഗ്യവാൻ, ഇവിടുത്തെ പണക്കാരനല്ല ഭാഗ്യവാൻ, പാപമോചനം കിട്ടിയവനാണ് ഭാഗ്യവാൻ. ക്രിസ്തു യേശുവിനെ സ്വീകരിച്ചവനാണ് ഭാഗ്യവാൻ. അവനാണ് പാപമോചനം കിട്ടിയവൻ, അവനാണ് പരിശുദ്ധാത്മാവുള്ളവൻ, അവനാണ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവൻ, അവനാണ് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവൻ. ആ മനുഷ്യനാണ് ക്രിസ്തുവിനോടുകൂടെ ആ പുനരുദ്ധാന ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് വരും. പ്രിയരെ, വരിക മാത്രമല്ല, ജെറുസലേം കേന്ദ്രമാക്കി ഈ ഭൂമി 1000 വർഷം ഭരിക്കും. ഇന്ന് ലോകത്താണ് സംഭവങ്ങളൊന്നും യാദർശികമല്ല. ഒരു കൈയിൽ ബൈബിളും മറുകൈയിൽ വർത്തമാന പത്രവും വെച്ച് പരിശോധിച്ചാൽ ഇന്ന് നടക്കുന്ന സമസ്ത കാര്യങ്ങളും സമയക്കുറവ് കൊണ്ടാണ്. ഓരോ ഏടുകൾ എടുത്തെടുത്ത് ഇന്ന് നടക്കുന്ന സമസ്ത കാര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതാ ഒരു ഈറ്റ് നോവിന്റെ ആരംഭമാണ്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് അതിനൊരു ഈറ്റ് നോവ് ഉണ്ടാകുന്നുവെങ്കിൽ ഇവിടുത്തെ വിശുദ്ധന്മാർ ക്രിസ്തുവിന്റെ കാകളത്തെങ്കിൽ എടുക്കപ്പെടുകയും ഇവിടെ എതിർ ക്രിസ്തുവാകുന്ന ഒരു പൈശാചിക ഭരണം വരികയും അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എതിർ ക്രിസ്തുവിനെ എന്നേക്കുമായി എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിൽ തള്ളിക്കൊണ്ട് പിശാചിനെ പിടിച്ച് 1000 ആണ്ട് ഭൂമിയിൽ അടിയിൽ അഥവാ പാതാളത്തിൽ പൂട്ടിക്കൊണ്ട് ഈ ഭൂമിയെ സമത്വ സുന്ദര സാഹോദര്യമായിരിക്കുന്ന ഇന്ന് വരെ ഒരിക്കലും ഒരു മനുഷ്യനും ഭരിക്കുവാൻ കഴിയാത്ത സത്യവും നീതിയും ധർമ്മവും ഭരിക്കുന്ന ഈ ഭൂമിയെ ക്രിസ്തു എന്ന മഹാരാജാവ് ഭരിക്കും. എന്താണ് കാരണം? ഞാൻ ചോദിച്ചോട്ടെ, ഒരുപക്ഷെ നിങ്ങൾ നെറ്റി ചുളിച്ചേക്കാം. ഇങ്ങനെ യേശു ക്രിസ്തു 1000 വർഷമൊക്കെ ഈ ഭൂമി ഭരിക്കുമോ? എന്താ ഈ മനുഷ്യൻ ഈ പറയുന്നതിന്റെ കാരണം? ഒരുപക്ഷെ ചോദിക്കാം. സ്നേഹിത, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഭൂമിയിൽ രാജാവായി ജനിച്ചവനാരാ? ലോകത്ത് ഇന്നോളം രാജാവ്. ഇതിന്റെ ഉത്തരം കഴിയുമ്പോൾ ചോദിക്കാം. അത് ഞാൻ എഴുതി തന്നാൽ പറയാം, എനിക്കൊരു കുഴപ്പമില്ല. എഴുതി തരുന്ന നിശ്ചയം പറയാം, കുഴപ്പമൊന്നുമില്ല. സ്നേഹിത, കുഴപ്പമില്ല, നമുക്ക് ഉത്തരം പറയാം. ഒന്ന്, ഈ പ്രപഞ്ചത്തിൽ ഇന്നോളം രാജാവായി ജനിച്ച ഒരു വ്യക്തി ആരാണ്? അനവധി സാമ്രാജ്യങ്ങളും സാമ്രാട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെല്ലാം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് പട്ടാഭിഷേകം കഴിഞ്ഞ് രാജാവായി മാറിയപ്പോൾ ഇതാ കിഴക്കിന്റെ വിദ്വാൻമാർ അഥവാ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ അവർ അത്ഭുത നക്ഷത്രം മാനമേഘങ്ങളിൽ കണ്ടു. ഹെരോദാസിന്റെ കൊട്ടാരത്തിലെത്തി ചോദിച്ചു, യഹൂദന്മാർ രാജാവായി പിറന്നവനെവിടെ? ലോക ചരിത്രത്തിൽ ഇന്ന് വരെ രാജാതിരാജാവായിരിക്കുന്ന യഹോവയായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു വന്നപ്പോൾ അവനെ കുറിച്ച് ചോദിക്കുകയാണ് കിഴക്കിന്റെ വിദ്വാൻമാർ, ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ. ഹെരോദ രാജാവിനോടാണ് ചോദിച്ചത്, യഹൂദന്മാർ രാജാവായി പിറന്നവനെവിടെ? മശിഹ മഹാരാജാവ് എവിടെയാണ് പിറന്നിരിക്കുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, പരീശന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു. ആ ശാസ്ത്രിമാരെ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാണ് മശിഹ ജനിക്കുന്നത്? അവർ എഴുതി പറഞ്ഞു, BC 800 പറഞ്ഞിട്ടുണ്ട്. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ, നീയോ യഹൂദിയായ ബേത്ലഹേമേ, നീ യഹൂദാ സഹസ്രം എത്ര ചെറുതായിരുന്നാലും നിന്നെ മേപ്പാട് തലവൻ എനിക്ക് നിന്നിൽ ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. നിത്യനായ ദൈവത്തിന്റെ നിത്യമായ രാജ്യത്വമുള്ളവൻ ഇതാ രാജാവായി ജനിച്ചു. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, ഈ ഭൂമിയിൽ അവന്റെ രാജ്യത്വത്തിന് കീഴടങ്ങാത്ത ഏതെങ്കിലും ശക്തിയുണ്ടോ? കാറ്റും കടലും അലറി വന്നപ്പോൾ അമരുക എന്ന അൽപാക്ഷരം കൊണ്ട് അവന്റെ രാജ്യത്വത്തെ അംഗീകരിച്ചില്ലേ? കാനാവിലെ കല്യാണ വീട്ടിന്റെ കൽപാത്രം നടുവിൽ നിന്നുകൊണ്ട് കാലാതീതനായ കർത്താവായ യേശു ക്രിസ്തു എന്ന രാജാവ് കൽപ്പിച്ചു, കോരി നിറപ്പീൻ, കോരിക്കൊടുപ്പീൻ. ആ നിമിഷം പച്ചവെള്ളം അഥവാ മുന്തിരിച്ചാറായി മാറിയില്ലേ പ്രിയരെ? വീഞ്ഞായി തീർന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നോ? കല്ലറയിലുള്ളവരോട് കൽപ്പിച്ചു, ലാസറേ പുറത്തു വരിക. വന്നില്ലേ? അവന്റെ രാജ്യത്വം അംഗീകരിക്കാത്ത ഈ സൃഷ്ടിയിൽ ഏതുണ്ട്? അവിടെ കൊണ്ട് തീർന്നില്ല. ഗവർണർ പീലാത്തോസ് ചോദിച്ചു, അഥവാ തിബിരിയാസ് കൈസറിന്റെ ഗവർണറായ പീലാത്തോസ് ചോദിച്ചു, നീ രാജാവോ? യോഹന്നാൻ 8-ാം അധ്യായം 18-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ചോദിച്ചു യേശു ക്രിസ്തു മറുപടി, ഞാൻ രാജാവ് തന്നെ, പക്ഷെ എന്റെ രാജ്യം ഐക്യമല്ല. കേവലം കടലും മലയും കൊണ്ട് അതിർത്തിരിച്ച ഭൂഭാഗത്തിന്റെ ഒരു രാജാവല്ല ഞാൻ എന്റെ രാജ്യം ഐക്യമല്ല, ഈ അഖിലാണ്ടത്തിന്റെ രാജാവാണ്. ആ രാജാവായിരിക്കുന്നവൻ അവൻ രാജാവെന്ന് പ്രഖ്യാപിച്ചില്ല പ്രിയരെ. ഞാൻ ചോദിച്ചു, എത്രയോ രക്തസാക്ഷികൾ, എത്രയോ ധീരന്മാർ, എത്രയോ ശൂരപരാക്രമികൾ, എത്രയോ ചക്രവർത്തിമാർ, എത്രയോ രാജാക്കന്മാർ ഈ ലോകത്ത് മരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും പെടാത്ത ഒരു വ്യക്തിയുമില്ല പ്രിയരെ. ഇന്ന് ലോകത്തെല്ലാം ത്രിഭാഷാ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഏത് ഭാഷക്കാരനും വായിക്കണം, ഏതവനും അറിയണം, ഇവനാണ് സാക്ഷാൽ രാജാവ്. ജനിച്ചപ്പോൾ രാജാവ്, ജീവിച്ചപ്പോൾ രാജാവ്, മരിച്ചപ്പോൾ രാജാവ്, മരിച്ചു വീണ് ഉയർത്തെഴുന്നേറ്റ രാജാവ്, മടങ്ങി വരാൻ പോകുന്ന രാജാതിരാജാവ്. അനന്തത വെടിഞ്ഞ് അവനിൽ ആഗമിച്ച് അനന്തകോടി ജനങ്ങളുടെ അതിഭയാനക പാപം തന്റെ പരിശുദ്ധമായ ശരീരത്തിൽ ആവഹിച്ച് അവനിക്കും ആകാശത്തിനും മധ്യേ അതിദാരുണമായ അന്ത്യശ്വാസം ഭരിച്ച് അവനിൽ അടക്കപ്പെട്ട് ആക്കം കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അനന്തതയിലേക്ക് ആരോഹണം ചെയ്ത് അനന്തസിംഹാസനത്തിൽ ആരൂഢനായി അതിൽ വിദൂര ഭാവിയിൽ ഈ അവനെ അടക്കി വാഴുവാൻ അനവരതം ആഗമിക്കുവാൻ
പോകുന്ന ഒരു രാജാതി രാജാവുണ്ടെങ്കിൽ, ഒരു കർത്താതി കർത്താവുണ്ടെങ്കിൽ, അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഇവനല്ലാതെ ഒരുത്തിനില്ല. അവൻ നിത്യരാജാവാണ്. അവൻ സ്വർഗീയ ജെറുസലേമിൽ തന്റെ ആ വിശുദ്ധന്മാരോടൊന്നിച്ച് എന്നേക്ക് നിത്യരാജാവായിരിക്കും. അതുകൊണ്ടാണ് മരണശേഷം ഒരുത്തൻ മടങ്ങി വന്നിട്ടുണ്ടോ? ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു. മരണശേഷം മനുഷ്യ ജീവിതം ഉണ്ടോ? ഉണ്ട്. മരണശേഷം ഒരു ന്യായവിധി ഉണ്ടോ? ഉണ്ട്. മരണശേഷം മരിച്ചവർ ഭൂമിയിൽ മടങ്ങി വരും. ആരാണ് മടങ്ങി വരുന്നത്? ഭൂമിയെ ഭരിക്കുവാൻ യേശു ക്രിസ്തു വിശുദ്ധന്മാർ മടങ്ങി വരും. എന്നാൽ പാപത്തിൽ മരിക്കുന്നവരോ ഒരിക്കലും ഭൂമിയിലേക്ക് മടങ്ങി വരികയില്ല. അവർ ന്യായവിധിയിൽ നിത്യ നരകത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് പാപിയായ മനുഷ്യൻ മരിക്കുമ്പോൾ, മതങ്ങളിൽ മരിക്കുമ്പോൾ, ഇനി എന്നാണ് കാണുന്ന അറിയില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ചങ്കത്തടിച്ച് അയ്യം വെച്ച് കരയെന്ന് ചോദിച്ചാൽ, സ്നേഹിത, ഇനി ഒരിക്കലും മടങ്ങി വരുവാൻ അവൻ ഈ ഭൂമിയിലേക്ക് കഴിയുകയില്ല. അവൻ ന്യായവിധിയിലേക്കാണ് പോകുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ ഇന്ന് സ്വീകരിച്ചാൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് യേശു ക്രിസ്തു രാജാവിനോടുകൂടെ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി ഈ ഭൂമിയെ ഭരിച്ചിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇതുപോലെ ഒരു ഭരണം ഈ ഭൂമിയിൽ ക്രിസ്തുവിനോട് 1000 വർഷം ഭരിക്കുവാൻ കഴിയുന്ന, നിത്യമായിരിക്കുന്ന സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ആ നിത്യമായിരിക്കുന്ന രാജാവിനോടുകൂടെ നിത്യത മുഴുവൻ കഴിയാം. അതുകൊണ്ട് യേശു ക്രിസ്തു മതസ്ഥാപകനല്ല, യേശു ക്രിസ്തു രാഷ്ട്രസ്ഥാപകനല്ല, യേശു ക്രിസ്തു കേവലം നാം അറിയുന്ന പോലെ തത്വചിന്തകനല്ല പ്രിയരെ. യേശു ക്രിസ്തു അഥവാ എല്ലാവരും അന്വേഷിക്കുന്ന സത്യമാണ്. അവൻ തീർത്ഥാടകനല്ല, അവൻ പുണ്യതീർത്ഥമാണ്. അതുകൊണ്ട് തീർന്നില്ല. അവന് രാജ്യസ്ഥാപകനല്ല, മഹാദൈവമാണ് അവൻ. ആ മഹാദൈവം സർവത്തിന്റെയും രാജാവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക. ഈ സുവിശേഷ പ്രസംഗം ഇവിടെ വെച്ചിരിക്കുന്നത് ആരെയും മതം മാറ്റുവാനല്ല പ്രിയരെ. ഒരു മതത്തെയും മാറേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് മനം മാറണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും. മദ്യത്തിനും മയക്കുമരുന്നിനും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും ഒരിക്കലും ശാരോപദേശത്തിന് ആരെയും രക്ഷിക്കാൻ കഴിയില്ല. ഒരു മതകർമ്മത്തിനും കഴിയില്ല. ഒരു ശിക്ഷണ നടപടിക്കും കഴിയില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ആ നിമിഷം അവന്റെ പാപ സ്വഭാവം മാറി അവന് പുതിയ മനുഷ്യനാവും. ഒരു കാലത്ത് മദ്യഷാപ്പ് നടത്തി, മദ്യം കുടിച്ച്, അതുപോലെ രാഷ്ട്രീയവും കളിച്ച്, ലോകത്തിന്റെ പാപത്തിൽ ജീവിച്ച് എന്നെ പോലുള്ള പാപിയായ മനുഷ്യരെ ഇന്ന് സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, പ്രത്യാശയുടെ മാർഗത്തിൽ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാക്കി തീർത്തത് ഒരു ഇസമല്ല, ഒരു തത്വചിന്തയല്ല, ഒരു മതമല്ല, പിന്നെയോ ഒരു ശിക്ഷണ നടപടിയല്ല. യേശു ക്രിസ്തു എന്ന സത്യ വെളിച്ചം അത് ഹൃദയത്തിൽ ഉദിച്ചുയർന്നപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനാവും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന സ്നേഹിത, ഇന്ന് നിന്നോട് ചോദിക്കുക, ക്രിസ്തു മകനെ, നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറക്കുവാൻ, നിന്റെ ജീവിതം എന്നിൽ സമർപ്പിക്കുവാൻ? പ്രിയ സ്നേഹിത, ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ നീ ഈ വണ്ണം പ്രാർത്ഥിക്കുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാ. എൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ എനിക്കോ എൻ്റെ മതങ്ങൾക്കോ എൻ്റെ കർമ്മങ്ങൾക്കോ കഴിയില്ല. എന്നാൽ നീ എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, അങ്ങൻ്റെ പാപപരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റു. അല്ലയോ കർത്താവായ യേശുവേ, അങ്ങ് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ എൻ്റെ രക്ഷിതാവായി, എൻ്റെ ദൈവമായി, എൻ്റെ കർത്താവായി ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ദേഹം, എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും അങ്ങയുടെ ദാനമാണ്. ഞാൻ സമ്പൂർണമായി അങ്ങേക്കായി ഇത് സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സമർപ്പണം ചെയ്താൽ ആ നിമിഷം ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്ന് ഒരു പുതിയ മനുഷ്യനായി നിങ്ങളെ തീർക്കും. ആ നിമിഷം നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ആ നിമിഷം നിങ്ങളെ പാപമോചിച്ചു തരും. ആ നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്ന് ഗുരുഭൂതനായി നിങ്ങളിൽ വസിക്കും. ആ നിമിഷം മുതൽ നിങ്ങളുടെ സ്വർഗീയ പൗരത്വം നിങ്ങൾക്ക് ലഭിക്കും. ആ നിമിഷം മുതൽ നിത്യമായിരിക്കുന്ന ഒരു പ്രത്യാശ, ഭൂമിയിൽ ഇനിയും എനിക്കൊരു ജീവിതമുണ്ട്. എൻ്റെ ക്രിസ്തുവിനോട് 1000 വർഷം ഞാൻ ഭൂമിയെ ഭരിക്കും. ഈ ദൈവത്തോട് മുഴു ലോകത്തെയും ഞാൻ നിത്യതയിൽ അവനോടുകൂടെ സ്വർഗീയ ജെറുസലേമിൽ അവനോടുകൂടെ നിത്യമായി. ഇന്ന് നാം ഇവിടെ കേട്ട സംഗീതത്തിലല്ല, ഇതൊരു അംശം മാത്രമാണ്. സ്വർഗീയ സംഗീത സാന്ദ്രമായിരിക്കുന്ന ആ സന്തോഷ, ആ പൂർത്തീകരണമായിരിക്കുന്ന ആ സ്വർഗീയ സംഗീതത്തിൽ നിത്യത മുഴുവൻ അവനെ പാടി സ്തുതിച്ചു കഴിയാൻ പ്രിയരെ, ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ. ഇല്ല, ഈ ക്രിസ്തുവിന് വേണ്ട എന്ന് വെച്ച് തള്ളിക്കളഞ്ഞാൽ നിത്യമായ നരകം, പാപത്തിൻ്റെ ശമ്പളം, ആ ശമ്പളം മേടിച്ചുകൊണ്ട് നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഒരിക്കലും അവിടെ നിന്ന് മോചനമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക,
നിത്യജീവനെ പ്രാപിക്കുക. ഞാൻ പ്രസംഗിച്ച വിഷയത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എഴുതി തന്നാൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ മറുപടി പറയും. ഒരിക്കൽ കൂടി പറയുന്നു, ഒരേ ഒരു സൂര്യന് കീഴിൽ ഒരേ ഒരു മനുഷ്യന്റെ മക്കളാണ് നാം എല്ലാവരും. ഒരേ ഒരു ദൈവം മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ച് മാനവരാശിക്ക് വേണ്ടി പാപപരിഹാരം വരുത്തി മരിച്ചവന് ഉയർത്തുന്നതിന് ജീവിക്കുന്ന മടങ്ങി വരുന്ന ഒരേ ഒരുവൻ യേശു ക്രിസ്തു മാത്രം. പ്രിയ സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും ദേശത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.